ഈ നല്ല രാത്രിക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ടവർക്കെല്ലാം നന്ദി ചൊല്ലുന്നു. വായിച്ച തിരുവെടുത്ത് വളരെ പരിചിതമായ തിരുവെടുത്താണ്. 29-ാം സങ്കീർത്തനം, അതിന്റെ 8-ാമത്തെ തിരുവെടുത്ത്. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു, യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. വേദപുസ്തകത്തിൽ ഈ സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. 66 പുസ്തകത്തിൽ അതിന്റെ നടുഭാഗത്തായിട്ട് നിലകൊള്ളുന്ന പുസ്തകമാണ് സങ്കീർത്തന പുസ്തകം. സങ്കീർത്തന പുസ്തകങ്ങളെല്ലാം 5 പുസ്തകങ്ങളായിട്ട് സങ്കീർത്തനങ്ങളെ തന്നെ തരംതിരിച്ചിട്ടുണ്ട്. അത് നമുക്കറിയാം, ദൈവദാസന്മാരൊക്കെ നന്നായിട്ട് പഠിപ്പിക്കുന്നവരാണ്. ഈ വേർപെട്ട ദൈവമക്കളുടെ ഒട്ടുമിക്ക ശുശ്രൂഷ വേളകളിലും സങ്കീർത്തന പാരായണത്തിന് പ്രാധാന്യമുണ്ട്. ഇപ്പോൾ പുതിയ ഉപദേശക്കാര് ചിലര്, എല്ലാവരും അല്ല, ചിലർ പറഞ്ഞ സങ്കീർത്തനമൊന്നും വായിക്കരുതെന്നാ. അത് പേടിച്ചിപ്പം ചില ഉപദേശിമാർ വായിക്കുന്നുമില്ലെന്നാ കേൾക്കുന്നത്. പഴയ നിയമം പ്രസംഗിക്കരുത്, പഴയ നിയമത്തിൽ നിന്നൊന്നും മിണ്ടരുത്, സങ്കീർത്തനം വായിക്കരുത് എന്നൊക്കെ പഠിപ്പിക്കുന്ന ദുരുപദേശക്കാരുണ്ട്. ഒരു കാര്യം ദൈവമക്കളോട് പറയാം, വേദപുസ്തകത്തിൽ ഏത് ഭാഗത്തു നിന്നും സംസാരിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 22-ാം അധ്യായം വരെ പ്രസംഗിക്കാം, പഠിപ്പിക്കാം, പഠിക്കാം, ധ്യാനിക്കാം, സംസാരിക്കാം. കാരണം ഇതിൽ പ്രതിപാദ്യ പുരുഷൻ ഒരാളാണ്, കർത്താവാകുന്ന യേശു ക്രിസ്തു. എതിലേ പോയാലും എങ്ങോട്ട് പോയാലും ഏത് വഴി വന്നാലും വന്ന് നിൽക്കുന്നത് യേശു ക്രിസ്തുവിലാണ് നിൽക്കുന്നത്. ഇതിലെ പ്രതിപാദ്യ പുരുഷൻ കർത്താവാകുന്ന യേശു ക്രിസ്തു. ഇതിലെ പ്രതിപാദ്യ വിഷയം മനുഷ്യജാതികളുടെ രക്ഷ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് നമ്മൾ കാത്തിരിക്കുക. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷ. പ്രധാനപ്പെട്ട വ്യക്തി കർത്താവാകുന്ന യേശു ക്രിസ്തു. അപ്പോൾ ഈ വേദപുസ്തകത്തിന്റെ ഏത് ഭാഗത്ത് നിന്നും പ്രസംഗിക്കാം. ഞാൻ ഓർപ്പിച്ചല്ലോ, സങ്കീർത്തന പാരായണത്തിന് വളരെ പ്രാധാന്യങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ അനുഭവിക്കുന്നവരും ചെയ്യുന്നവരുമാ. വേർപെട്ട ദൈവമക്കളുടെ ഒട്ടുമിക്ക കൂട്ടായ്മകളിലും ഇതിന് പ്രാധാന്യം. ഉദാഹരണം, ഒരു വിവാഹ ശുശ്രൂഷ നടക്കുമ്പോൾ നിശ്ചയമായിട്ടും ഒരു സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കുക പതിവാണ്. അത് ആ ശുശ്രൂഷയ്ക്ക് ഒരു ഭൂഷണമാണ്. വിശേഷിച്ച് 45-ാം സങ്കീർത്തനമാണ് സാധാരണ വായിക്കുക പതിവ്. അത് വിവാഹം കഴിച്ചവർക്കും അന്ന് കഴിക്കാൻ പോകുന്നവർക്കും ഇനി കഴിക്കാനിരിക്കുന്നവർക്കും അതിലെ വാക്യങ്ങളൊക്കെ ഒരു അനുഗ്രഹമാണ്. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായിക്കുക, സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്കുക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും, അവൻ നിന്റെ നാഥനല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കുന്നത് ആ ശുശ്രൂഷയ്ക്ക് ഒരു അനുഗ്രഹമാണ്. ആരോട് പറയാം? അന്തപുരത്തിലരാഞ്ഞി ചന്തമേറും ശോഭമൂലം, അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലം, എന്തു പരിപൂർണ യാമിവൾ അണിയും വസ്ത്രം പൊൻകസബ് കൊണ്ടു നെയ്തത. എന്തു പരിപൂർണ യാമിവൾ അണിയും വസ്ത്രം പൊൻകസബ് കൊണ്ടു നെയ്തത. ദന്തം കൊണ്ടുള്ളത ചന്തമേറും രാജധാനി, ദന്തി ദന്തം കൊണ്ടുള്ളത ചന്തമേറും രാജ. പാടാൻ നേരമില്ല, മൊത്തം പാടാൻ നേരമില്ല, മൊത്തം പാടുന്നില്ല, ഇപ്പൊ അത് മതി. അപ്പോൾ ആ സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കുന്നത് ആ ശുശ്രൂഷയ്ക്ക് ഒരു ഭൂഷണമാണ്. അതുപോലെ തന്നെ നാം ഒരു ദുഃഖഭവനത്തെ ചെല്ലുക. വേർപാടിന്റെ വേദന അനുഭവിക്കുന്ന ഭവനം, നമ്മെ വിട്ട് പ്രിയപ്പെട്ടവർ കടന്നുപോയി. അപ്പോൾ ആദരണീയ കർത്തദാസന്മാർ ചെന്ന് സാധാരണ 90-ാം സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിച്ച് സമയവും സന്ദർഭവും നോക്കി അതിൽ നിന്ന് 2 വാക്യങ്ങൾ ഉദ്ധരിച്ച് സംസാരിക്കുന്നത് ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആശ്വാസവും പ്രത്യാശയും വർദ്ധിപ്പിക്കുന്ന സങ്കീർത്തനമാണ്. നീ മർത്യനെ ഒടുകിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. ഏകവചനം. ബഹുവചനത്തില്ല. മനുഷ്യപുത്രന്മാരെ തിരികെ വരുമെന്നും അരുളി ചെയ്യുന്നു. അത് സന്ദർഭോചിതമായിട്ട് വായിച്ച് പ്രാർത്ഥിച്ച് ശുശ്രൂഷിക്കുന്നത് അത് വളരെ അനുഗ്രഹമാണ്. അതുപോലെ തന്നെ നാം
നമുക്ക് ദൈവം ഒരു ഭവനം തന്നു. കർത്താവിൻ്റെ വരവ് വരെ മരണം വരെ ഭൂമിയിൽ പാർക്കാൻ ഒരു ഭവനം ആവശ്യമാണ് എല്ലാവർക്കും. അതില്ലാത്ത ആരെങ്കിലും കൊണ്ട് നിരാശപ്പെടേണ്ട, അത് തരാൻ ദൈവം വിശ്വസ്തനുമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭവനം തരുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയുടെ ശുശ്രൂഷകനും ദൈവമക്കളും വേണ്ടപ്പെട്ടവരുമൊക്കെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചാണ് അതിനകത്ത് പാർക്കാനായിട്ട് നമ്മെ അതിനകത്ത് പ്രവേശിപ്പിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു സങ്കീർത്തനമൊക്കെ വായിച്ച് പ്രാർത്ഥിച്ച് ആ ഭവനം ഒന്ന് സമർപ്പിക്കുന്നത് അനുഗ്രഹമാണ്. നിന്റെ കൈയുടെ അധ്വാന ബലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത്. എങ്ങനെയാണെന്ന് ദൈവത്തിനറിയാം. എന്നാലും അതൊക്കെ അങ്ങനെ പ്രാർത്ഥിച്ച ഈ വീട് പണിത പുള്ളിയെ ആ വീട്ടിലോട്ട് പാർപ്പിക്കുന്നത്. അപ്പോൾ അതൊരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ ദൈവം നമുക്ക് അവകാശമായി തലമുറയെ തരുമ്പോൾ അങ്ങനെയാണല്ലോ പുസ്തകത്തിൽ വാക്യം, മക്കൾ യഹോവ തരുന്ന അവകാശവും ഉദരബലം ദൈവം തരുന്ന പ്രതിഫലം, വീരന്റെ കയ്യിലെ അസ്ത്രം. അങ്ങനെ ആ യൗവനത്തിലെ മക്കൾ, ആ മക്കളെ നമുക്ക് ദൈവം തരുമ്പോൾ ആ കുഞ്ഞുങ്ങളെ ദൈവസന്നിധി കൊണ്ടുവന്ന് ഒന്ന് പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്നത് ഒരനുഗ്രഹമാണ്. അപ്പോൾ സാധാരണഗതിയിൽ മറ്റു വാക്യങ്ങൾ ഉദ്ധരിച്ച അനന്തരം ദൈവദാസന്മാർ ഒരു സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കും. മക്കൾ യഹോവ തരുന്ന അവകാശവും ഉദരബലം ദൈവം തരുന്ന പ്രതിഫലം, വീരന്റെ കയ്യിലെ അസ്ത്രം. അങ്ങനെ ആ യൗവനത്തിലെ മക്കൾ, അവയെ കൊന്ന് ആവനാടിക്ക് നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ പ്രാർത്ഥിച്ചൊന്ന് സമർപ്പിക്കുന്നത്. പണ്ടൊരു കൊച്ചിനെ പ്രതിഷ്ഠിക്കാൻ ചെന്നപ്പോൾ കൊച്ചിനെ കാണുന്നില്ല, പ്രാർത്ഥിക്കാൻ നോക്കിയപ്പോൾ അത് പന്ത് തട്ടി വെളിയിൽ കൊണ്ട് നടക്കുക. എൻ്റെ കാരണം എന്നാന്ന് വെച്ചാൽ ഇച്ചിരി പ്രായമായിട്ടാണ് പ്രതിഷ്ഠിച്ചത്. കാരണം അപ്പൻ ഇവിടെ ഇല്ലായിരുന്നു, അപ്പം വിദേശത്താണ്. അപ്പം വീട്ടുകാർ പറഞ്ഞു ജോയിക്കുട്ടിയും കൂടെ വന്നേച്ച് പ്രതിഷ്ഠിച്ചാൽ മതി. അതിന് ഇച്ചിരി സമയം പോയി. അവസാനം കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോൾ കൊച്ചനെ കാണുന്നില്ല, അത് പന്ത് തട്ടി. പിന്നെ സെക്രട്ടറി അന്ന് ഓടിച്ചിട്ട് കൊണ്ടുവന്ന് പിടിച്ച് അതിനെ നിർത്തി പ്രതിഷ്ഠിച്ചു. അത് പിന്നെ തീയതി അറിയാനും ഉണ്ടായിരുന്നു. എന്നാലും ഒരു സങ്കീർത്തനം വായിച്ച ഈ കുഞ്ഞിനെ ഒന്ന് ദൈവസന്നിധിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ നാം ഒരു ദൂരയാത്രയോ വിദൂരയാത്രയോ വിദേശയാത്രയോ പോകുമ്പോൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിലെ ശുശ്രൂഷകനോട് പറയും. അങ്ങനെ അതിൻ്റെ ഓർഡർ, അതിൻ്റെ ക്രമമത. അല്ലാതെ ആരും അറിയാതെ ഉണ്ടയിട്ട് പോയച്ച് അവിടെ ചെന്നേച്ച് വിളിക്കുകയല്ല ഗീക്കുന്നേ. നമ്മൾ ചോദിക്കും, ഹലോ ആരാ പാസ്റ്റേ? ഞാനാ. ആരാ? ബ്ലസൻ. എവിടെ? ആലപ്പുഴയാണോ? ഇല്ല, ഞാൻ ഷാർജയല്ല. അയ്യോ, നമ്മൾ ഇന്നലെ ശവക്കോട്ടപ്പാലത്തിൻ്റെ അവിടെ വെച്ച് 5:30 കണ്ടല്ലോ. രാത്രി 8:30 ആയപ്പോൾ ഒരു വിസ കിട്ടിയെന്ന്. ചുമ്മാതാ, വിസ കിട്ടിയിട്ട് എത്രയോ നാളായി, മിണ്ടുകയല്ല, ഉണ്ടയിടുക. അങ്ങനല്ല. ആ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭ, അവിടുത്തെ ശുശ്രൂഷകനും അവിടെയുള്ള ദൈവമക്കൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. ഇനിയും അവർ പ്രാർത്ഥിക്കും. അപ്പോൾ ജോലി കിട്ടുകയോ കിട്ടാതിരിക്കോ, വിസിറ്റിങ്ങോ അല്ലെങ്കിൽ പെർമനന്റ് എന്തും ആകട്ടെ, പക്ഷേ സഭയെ അറിയിച്ച് ആ ശുശ്രൂഷകന് വന്ന് പ്രാർത്ഥിക്കുന്നത് ഒരു അനുഗ്രഹമാണ്. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ സമയവും സന്ദർഭവും നോക്കി ദൈവദാസന്മാർ ഒരു സങ്കീർത്തനം കൂടെ വായിച്ച് 2 ശീല പാട്ടുമൊക്കെ പാടി പ്രാർത്ഥിക്കുക പതിവ്. അതിനൊക്കെ സന്ദർഭോചിതമായിട്ട് പാട്ടുമൊക്കെ ഉണ്ട്. അതും ഉപദേശിമാർ പഠിക്കുന്നത് നല്ലതാണെന്നായി എൻ്റെ ചിലക്ക് ഈ സന്ദർഭോചിതമായിട്ട് പാടാൻ അറിയത്തില്ല. ഞങ്ങളൊരു കല്യാണത്തിന് പണ്ട് പോയി. കല്യാണത്തിന് അന്ന് രാത്രി അവിടുത്തെ ഉപദേശി രാത്രി പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ചെറുക്കനെ മുന്നോട്ട് നിർത്തി പ്രാർത്ഥിക്കാനായിട്ട് പുള്ളി ഒരു പാട്ട് പാടുക. ഞാൻ ആ പാട്ടിൻ്റെ വരി ഞാൻ മറന്നുപോയി. പിന്നെ ബോംബ് ഭൂമിയെ, പുള്ളി നാളെ അവൻ്റെ കല്യാണമാണ്, തലയെ കൈവച്ച് പ്രാർത്ഥിക്കുക, പാടുക. ബോംബ് ഭൂമിയെ പിളർക്ക് നേരം നീ. അവൻ അന്ന് രാത്രി ഓടി ഒളിക്കാഞ്ഞത് ഭാഗ്യം. അവിടെ കൂടിയ ചില ആൾക്കാർ റബ്ബർ തോട്ടം വഴി ഓടി, ചിരിച്ചിട്ട് ചിരി അടക്കാൻ മേല ഓടി. അവിടെ നിന്ന് ഇരിക്കാൻ പറ്റുമോ? പാട്ട് തെറ്റാന്ന് പറയുന്നില്ല, ആ സന്ദർഭത്തിൽ ആ പാട്ടല്ലല്ലോ പാടണ്ടേ. അപ്പൊ സന്ദർഭോചിതമായിട്ട് 2 ശീല പാട്ട് പാടി ഒരു സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹമാണ്. യഹോവന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതൽ എന്നേക്കും പരിപാലിക്കും. പോകുന്ന വ്യക്തിക്ക് നല്ല ഉറപ്പുണ്ട്, എൻ്റെ യാത്രയിൽ ദൈവമുണ്ട്. വീട്ടുകാർക്ക് നല്ല ഉറപ്പുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുമല്ല ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ ഞാൻ ഓർപ്പിച്ചത് സന്ദർഭോചിതമായിട്ട് സങ്കീർത്തനങ്ങൾ വായിച്ച് ധ്യാനിച്ച് പ്രസംഗിക്കുന്നത്, പ്രബോധിപ്പിക്കുന്നത് ഒരു വളരെ അനുഗ്രഹമാണ്. ആട്ടെ, അങ്ങനെ പോയാൽ ആ വിധത്തിൽ അങ്ങ് പോകും. സങ്കീർത്തനങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഇത് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ആലപ്പുഴ സെൻറ്ററിൻ്റെ യോഗമാണ്. കൂടപ്പെട്ടിരിക്കുന്നതെല്ലാം ദൈവമക്കളാണ്. അതുകൊണ്ട് ആ നിലയിലാണ് ഇന്ന് രാത്രി വചനം ശുശ്രൂഷിക്കുന്നത്. വെളിയിൽ വലിയ ഗ്രൗണ്ടിലോ ആ നിലയിലായിരുന്നെങ്കിൽ ആ നിലയിൽ മറ്റുള്ളവർക്കൂടെ ഉതകത്തക്ക വിധത്തിലായിരിക്കും സംസാരിക്കുന്നത്. എന്നാൽ ഇവിടെ കൂടിയതെല്ലാം ദൈവമക്കളായതുകൊണ്ട് ആ നിലയിൽ ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കാം. അപ്പോൾ സന്ദർഭോചിതമായിട്ട് സങ്കീർത്തനം വായിച്ച് ധ്യാനിച്ച് പ്രസംഗിക്കുന്നത് വളരെ അനുഗ്രഹമാണ്. നമുക്കറിയാം, ഇതിലെ സിംഹഭാഗ സങ്കീർത്തനങ്ങളും ദൈവത്തിൻ്റെ ദാസനായ ഇസ്രായേലിൻ്റെ മധുരഗായകനായ ദാവീദിനാൽ എഴുതപ്പെട്ട സങ്കീർത്തനമാണ്. ഏറെ സങ്കീർത്തനം ദാവീദ് എഴുതി. അതിനുശേഷമായിട്ട് ആസാഫിൻ്റെ സങ്കീർത്തനങ്ങളുണ്ട്. ലേവി ഗോത്രത്തിൽ കോരഹ് കുലത്തിൽ ബേരക്യാവിൻ്റെ മകനായ ആസാഫ് ചില സങ്കീർത്തനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. പിന്നീട് നാം ഹെഡിങ് വായിക്കുന്നത് കോരഹ് പുത്രന്മാരുടെ സങ്കീർത്തനം എന്ന. കോരഹ് പുത്രന്മാരെന്നേ ഉള്ളൂ. അവരാരൊക്കെയാന്ന്? അതിൻ്റെ 3 പേരുടെ പേരുണ്ട്. പുറപ്പാട് 6:24 വായിച്ചേ മോൻസി പാസ്റ്ററെ. കോരഹിന്റെ പിള്ളേരുടെ പേര് പുറപ്പാട് 6:24.
കോരഹിന്റെ പുത്രന്മാർ കോരഹിന്റെ പുത്രന്മാർ അസൂർ, എൽക്കാന, അബിയാസാവ് 3 പേരോട് ചേർന്ന്. അപ്പോൾ കോരഹിന്റെ പുത്രന്മാർ അസൂർ, എൽക്കാന, അബിയാസാവ് ഇവര് 3 പേരും കൂടെ ചേർന്ന് സങ്കീർത്തനം എഴുതി. തലക്കൊട്ടൊന്നേ കൊടുത്തുള്ളൂ കോരഹപുത്രന്മാരെന്ന്. നമ്മളന്ന് ഓരോരുത്തരെ വെച്ച് പൊരിപ്പിച്ചാണ്. എന്തായാലും കൊള്ളാം, അവര് 3 പേരോട് ചേർന്ന് സങ്കീർത്തനങ്ങൾ എഴുതി ഒരു പേര് കൊടുത്ത് കോരഹപുത്രന്മാർ. അങ്ങനെ കോരഹപുത്രന്മാരുടെ സങ്കീർത്തനം. പിന്നീട് ഇങ്ങോട്ട് പഠിച്ചു വരുമ്പോൾ യെദൂഥൂൻ എഴുതിയൊരു സങ്കീർത്തനമുണ്ട്, ഏതാൻ എഴുതിയൊരു സങ്കീർത്തനമുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ പ്രഥമ മഹോപരോഗതനാകുന്ന അഹരോന്റെ നിര്യാണത്തിൽ ഇസ്രായേൽ മക്കൾ ഭാരപ്പെട്ട് വിലപിച്ചപ്പോൾ അഹരോന്റെ അനുജനാകുന്ന പടയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശ പ്രാർത്ഥിച്ച ശ്രദ്ധേയമായ പ്രാർത്ഥനയാണ് 90-ാം സങ്കീർത്തനം. മുമ്പേ ഉദ്ധരിച്ചല്ലോ വാക്യങ്ങൾ. ആ 90-ാം സങ്കീർത്തനം മോശയാൽ എഴുതപ്പെട്ട ആ സങ്കീർത്തനം. 91-ാം സങ്കീർത്തനം ആരാണ് എഴുതിയെന്ന് തലക്കെട്ടിലില്ല. എന്നാൽ വേദപഠിതാക്കളിൽ ചിലര് അഭിപ്രായപ്പെടുന്നത് മോശയുടെ കൈക്ക് വെള്ളമൊഴിച്ച യോശുവയാണ് 91-ാം സങ്കീർത്തനം എഴുതിയെന്ന. അത് എഴുതിയത് അതിന് ഒരു വാക്യം കൊണ്ട് സാധാരണ തെളിവ് തരുന്നുണ്ട്. ആ സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ടല്ലോ, അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിക്കും. കാലേബും യോശുവായും ആമൻ സ്തോത്രം ദൈവത്തോട് പറ്റി നിന്നു. ആ പറ്റി നിന്നവരാൽ എഴുതപ്പെട്ട സങ്കീർത്തനമാണ് 91-ാം സങ്കീർത്തനം. 1-ാം സങ്കീർത്തനം ആരെഴുതിയെന്ന് തലക്കെട്ടിലില്ല. പക്ഷെ വേദപഠിതാക്കളിൽ ചിലർ പറയുന്നത് 2ഉം 3ഉം സങ്കീർത്തനമൊക്കെ ദാവീദ് എഴുതി, 1-ാം സങ്കീർത്തനം ന്യായശാസ്ത്രിയാകുന്ന യസ്ന എഴുതിയത് എന്നാണ് ചിലരുടെ വാദം. തർക്കിക്കാനും വാദിക്കാനുമുള്ള സമയമല്ലിത്. ഞാൻ പറഞ്ഞു വന്നത് സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഇനി അജ്ഞാന സങ്കീർത്തനങ്ങൾ, ആരോഹണ സങ്കീർത്തനങ്ങൾ, അവരോഹണ സങ്കീർത്തനങ്ങൾ, ശാപസങ്കീർത്തനങ്ങൾ, മശിക സങ്കീർത്തനങ്ങൾ, ഇടയ സങ്കീർത്തനങ്ങൾ, പ്രേമ സങ്കീർത്തനങ്ങൾ, ഇങ്ങനെ സങ്കീർത്തനങ്ങൾ വളരെ നീണ്ട പട്ടികയാണ്. അപ്പോൾ സന്ദർഭോചിതമായിട്ട് സങ്കീർത്തനം വായിച്ച് ധ്യാനിച്ച് പ്രബോധിപ്പിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും കേൾക്കുന്നതും കേൾപ്പിക്കുന്നതും ദൈവമക്കൾക്ക് ഒരു അനുഗ്രഹം തന്നെ. ഇപ്പം നമ്മുടെ സഭകളിൽ അധികം സാക്ഷിയോഗമില്ല. പണ്ടൊക്കെ സാക്ഷിയോഗമുണ്ട്, നിങ്ങൾക്കറിയാം, നിങ്ങൾ അനുഭവസ്ഥരാണ്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ വീക്ഷിച്ചിട്ടുണ്ട്. സാക്ഷിക്ക് സമയം കൊടുക്കുമ്പോൾ അനേക അമ്മച്ചിമാരും ചില പിതാക്കന്മാരും ഒക്കെ എഴുന്നേറ്റ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയൊക്കെ രോഗത്താൽ വളരെ ഭാരപ്പെട്ടു, വളരെ ക്ഷീണതയായിരുന്നു. ശനിയാഴ്ചയൊക്കെ വലിയ വിമ്മിഷ്ടമായിരുന്നു. ഞായറാഴ്ച ആരാധനയ്ക്ക് വരുമോ എന്ന് പോലും ചിന്തിച്ച് വളരെ ഭാരപ്പെട്ടു. എങ്കിലും രാവിലെ എഴുന്നേറ്റ് തൂങ്ങി മയങ്ങിയൊക്കെ ഇരുന്നെങ്കിലും ആരാധന മുടക്കണ്ടെന്നോർത്ത് ഒത്തിയും ചാടി ഇത്തറ്റം വന്നിട്ടും എനിക്ക് വയ്യായിരുന്നു, ഞാൻ പുറകിൽ അങ്ങ് ഇരിക്കുകയായിരുന്നു. പക്ഷേ ആദ്യത്തെ പാട്ടുമൊക്കെ കഴിഞ്ഞ് ദൈവദാസന സങ്കീർത്തനം അങ്ങോട്ട് വായിച്ച് പ്രബോധിപ്പിച്ചപ്പോൾ ദൈവം എന്നെ ധൈര്യപ്പെടുത്തി എന്നോടുള്ള ദൂതായിരുന്നു. അങ്ങനെ എഴുന്നേറ്റ് സാക്ഷി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ സങ്കീർത്തന പാരായണത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് പട്ടുപിടിച്ചവർ പറയുക സങ്കീർത്തനം വായിക്കരുത്, അത് ഒരുത്തനും പറഞ്ഞെന്നാ പറഞ്ഞത് കീറിക്കളഞ്ഞേക്കാൻ. ഏതാ പഴയ നിയമം എല്ലാം കൂടെ കീറിക്കളയാൻ ഏതോ ഒരു വിഡ്ഢി പറഞ്ഞെന്നാ കേൾക്കുന്നത്. പിന്നെ ഞാനത് ആരാന്നൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞു ദൈവം അവനെ കീറിക്കളയാതിരിക്കട്ടെ. അങ്ങനെ ആണല്ലോ സ്തോത്ര. ദൈവത്തെ മറക്കുന്നവരെ കീറാതിരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. വേറൊരു ബുദ്ധികെട്ടവൻ ഒരിക്കൽ പറഞ്ഞു ഇത് തമ്മി കുത്തിക്കെട്ടിയത് ആരാണ്. ഏതാ പഴയ നിയമവും പുതിയ നിയമം കൊണ്ട് അവനാണ് അറിയേണ്ടത് കുത്തിക്കെട്ടിയത് ആരാണെന്ന്. അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു അവനെ കുത്തിക്കെട്ടാതിരിക്കട്ടെ, അതേ പ്രാർത്ഥിക്കാനൊക്കെ ഉള്ളു. ഒരു കാര്യം ദൈവമക്കളോട് പറയാ, ഈ 66 പുസ്തകവും പഠിച്ചാൽ ഇത് എല്ലാ തിരുവെടുത്തും ദൈവവിശ്വാസിയമാണ്. ഇതിനകത്ത് ദൈവത്തിന്റെ തിരുവചനമാ. അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന തിരുവചനം, ഉലയിലൊരുക്കി ശുദ്ധി ചെയ്ത തിരുവചനം, നിന്റെ അണ്ണാക്കിന് മധുരമായ തിരുവചനം, അതിവേഗത്തിലോടുന്ന തിരുവചനം. ഇത് പൊന്നിലും തങ്കത്തിലും ആഗ്രഹിക്കുന്ന തിരുവചനം. ഇത് തേനിലും തേൻകെട്ടിലും മധുരമുള്ള തിരുവചനം. ഈ വചനം കേട്ട് ധൈര്യപ്പെടണം. ഇത് അതിവേഗത്തിൽ ഓടുന്ന വചനമാ. യെശയ്യാ പറയുകയാ, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം വെറുതെ എന്റെ അടുക്ക വരത്തില്ല, ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും, ഇഷ്ടമുള്ളതെല്ലാം നിവർത്തിക്കും എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി രോഗശാന്തിയുടെ വചനം അങ്ങോട്ട് വന്ന് രോഗം വർദ്ധിപ്പിക്കുകയല്ല, ഈ വചനം കടന്നു വന്ന് ക്രിയ ചെയ്ത് നിന്റെ രോഗത്തെ സൗഖ്യമാക്കും. വിഷണ്ണ മനസ്സിന് സ്തുതി എന്ന മേലാട് കൊടുക്കുന്നതാ ദൈവത്തിന്റെ വചനം. മാത്രമല്ല എബ്രായർ 4:12 പിടിക്കുന്ന എല്ലാവർക്കും മനപ്പാടമാ. ആ ഇരുവായിട്ടുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധിമറ്റകളെ വേറെ വിടുവിക്കുമ്പനെ തുളച്ചു ചെല്ലുന്ന ദൈവത്തിന്റെ വചനം. ഇന്ന് രാത്രി ആ വചനം നിന്നോട് വ്യവഹരിച്ചുകൊണ്ടിരിക്കുക. യിരെമ്യാ പറയുക, യഹോവയുടെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റികയാ. ആവർത്തനത്തിൽ വായിക്കുക, ഇളം പുല്ലി പെയ്യുന്ന മഞ്ഞ് പോലെ മാരി പോലെ ദൈവത്തിന്റെ വചനം. 107-ാം സങ്കീർത്തനം, അവന്റെ വചനം വെച്ചവരെ സൗഖ്യമാക്കി. ഇന്ന് രാത്രി നിന്നെ സൗഖ്യമാക്കുന്ന വചനം നമ്മുടെ കർത്താവ് ഇങ്ങനെ തിരുവായി മടിഞ്ഞു. ഇപ്പോൾ സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാ. നിന്നെ ശുദ്ധീകരിക്കുന്ന വചനം, ബലപ്പെടുത്തുന്ന വചനം, വിടുവിക്കുന്ന വചനം, സൗഖ്യമാക്കുന്ന വചനം, അണ്ണാക്കിന് മധുരം തരുന്ന വചനം, നിന്റെ മേറയെ മധുരിപ്പിക്കുന്ന വചനം, ധൈര്യപ്പെടുത്തുന്ന വചനം. ഇന്ന് രാത്രി ആ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്.
വചനം എങ്ങനെ പ്രസംഗിക്കണമെന്നും വചനം പ്രസംഗിക്കുമ്പോൾ എങ്ങനെ കേൾക്കണമെന്നും പുസ്തകത്തിൽ വാക്യമുണ്ട്. ഒന്ന് വായിച്ചോ മോൻസിപ്പാസെ, അറിവുള്ള വാക്യമാ, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഞാനൊന്ന് ഓർപ്പിക്കുന്നതേ ഉള്ളൂ. തെസലോനിക്കർ 1:5 എങ്ങനെ പ്രസംഗിക്കണം, പ്രസംഗം നടക്കുമ്പോൾ എങ്ങനെ കേൾക്കണം, രണ്ടും എഴുതിയിട്ടുണ്ട്. മോനിച്ചൻ പാസ്റ്ററെ രണ്ടുമുണ്ട്. എങ്ങനെ ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ഞങ്ങളുടെ സുവിശേഷം വചനമായിട്ട് മാത്രം. കുറെ വാക്യം എനിക്കൂടെ വിടവ് തരണേ. ഞങ്ങളുടെ സുവിശേഷം വചനമായിട്ട് മാത്രമല്ല, കുറെ വാക്യം നിന്ന് പറയല്ല. നല്ലതാ വാക്യം, കുറെ വാക്യം അനങ്ങാറെ നിന്ന് കുറെ വാക്യം പറഞ്ഞേച്ച് പോകുകയല്ല. ഞങ്ങളുടെ സുവിശേഷം ശുശ്രൂഷ കുറെ വചനം മാത്രം പറയല്ല. വായിച്ചേ, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും. ഇങ്ങനെ ശുശ്രൂഷ ശക്തിയോടും പരിശുദ്ധാത്മാവോടും അവൻ ബഹു നിശ്ചയത്തോടും. ഞാൻ പറയാനുണ്ട്, മറവിയുള്ളവരെ കുറിച്ചു വെക്കുന്ന നല്ലതാ. എല്ലാവർക്കും ഒരേ ഓർമ്മയല്ലല്ലോ. മറവിയുള്ളവര് അത് കുറിച്ച് വെച്ച് തെറ്റാതെ പറയുന്നത് വളരെ. പക്ഷെ നമ്മുടെ വിശ്വാസികൾ ചെല്ലു പറയും, പാസ്റ്റർ കുറിപ്പുമായിട്ടാണ് വരുന്നത്. ആ പാസ്റ്റർ വിവരമുള്ള ആളാണ്, അതുകൊണ്ട് ആ കുറിപ്പുമായിട്ട് വരുന്നത്. കാരണം വിഡിത്തം ഒന്നും വിളിച്ച് പറയണ്ട, ഉള്ളത് പറഞ്ഞാൽ മതിയല്ലോ. കുറിപ്പ് വെച്ച് പറയുന്നത് നല്ലതാണ്. ഇല്ലാത്തവർ ഓർമ്മയുള്ളവർ അത് തന്നെയാണല്ലോ ഓർത്ത് പറയുന്നത്. അപ്പൊ എന്തായാലും വചനത്തിൽ നിശ്ചയം വേണം. ഞങ്ങളുടെ സുവിശേഷം കുറെ വാക്യം കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. ഇന്ന് രാത്രി ദൈവദാസന്മാരെ ശുശ്രൂഷിക്കുന്നത് നിശ്ചയത്തോടും പരിശുദ്ധാത്മാവോടും അവൻ ശക്തിയോടും വചനം പറയുമ്പോൾ കേൾക്കേണ്ടത് എങ്ങനെ? അവൻ കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ ദൈവത്തിന്റെ വചനം കൈക്കൊള്ളണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കഷ്ടങ്ങളുള്ളവരാ, പ്രയാസമുള്ളവരാ, പോരാട്ടമുള്ളവരാ, പ്രതികൂലത്തിന് തീച്ചുകൂടെ പോകുന്നവരാ ഇന്ന് രാത്രിയുടെ വന്നിരിക്കുന്നത്. പക്ഷേ ദൈവസന്നിധി വന്ന് ദൈവവചനം കേൾക്കുമ്പോൾ നിന്റെ കഷ്ടതയെ പോരാട്ടം ഓർക്കരുത്. സന്തോഷത്തോടെ വചനം കൈക്കൊള്ളണം. സന്തോഷത്തോടെ വചനം കൈക്കൊള്ളണം. കാരണം ഈ വചനം നീ ഇവിടെ നിന്ന് കേൾക്കുമ്പോൾ ഈ വചനം നിന്റെ വീട്ടിൽ ചെന്ന് ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. ഈ വചനം ഇവിടെ നിന്ന് കേൾക്കുമ്പോൾ അത് വിദേശത്തോ വിദൂരതയിലോ ചെന്ന് ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. ഇത് അതിവേഗത്തിലോടുന്ന ദൈവവചനമാണ്. ഇന്ന് രാത്രി അങ്ങനെയുള്ള ദൈവവചന ശക്തിയോടെ കേൾക്കണം. അപ്പൊ ഇന്ന് രാത്രി അതിന് ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. അതെ, വായിച്ച കുറുവാക്യത്തോട് കൂറ് പുലർത്തണമല്ലോ. 29 സങ്കീർത്തനം 8 വാക്യം ഒരിക്കൽ കൂടി വായിക്കാം. യഹോവയുടെ വചനം മരുഭൂമിയെ നടുക്കുന്നു, യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഇതിന്റെ ഇങ്ങനെ പറയാനുള്ള കാരണം? ശ്രദ്ധിക്കുക, നിങ്ങൾക്കറിയാം, ഈ യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടക്കുന്നു, യഹോവ കാദേശ് മരുവിനെ നടക്കുന്നു. ഒരു കാര്യം ഇടയ്ക്ക് കയറി പറയാം, ദൈവം തമ്പുരാൻ പല നിലകളിലാണ് നമ്മോട് സംസാരിക്കുന്നത്. വളരെ ശക്തമായിട്ട് ദൈവം നമ്മോട് ഇടപെടും. അപ്പോൾ തന്നെ ശാന്തമായിട്ടും ദൈവം ഇടപെടും. ശക്തമായിട്ടും ഇടപെടും, ശാന്തമായിട്ടും. ദുർഗതിയാണോ രീതി കൊണ്ടാണോ നമ്മുടെ ഇടയിൽ വന്ന ഒരു അപാകത, അത് അപാകത എന്നേ പറയാൻ പറ്റുള്ളൂ. എനിക്കറിയാം, അനേക ദൈവദാസന്മാര് അവർക്ക് ശാരീരിക ക്ഷീണവും മറ്റ് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എഴുന്നേറ്റ് നിന്ന് നന്നായിട്ട് ദൈവവചനം പറയും. അപ്പം നമ്മുടെ വിശ്വാസികളിൽ ചിലര് പറയുന്ന കേട്ടിട്ടുണ്ട്, കൃപയൊന്നുമുള്ള ആളല്ല. ചിലർ പറയും അന്തരീക്ഷമില്ലായിരുന്നു. ചിലർ പറയും അഭിഷേകം പ്രാപിച്ച ആളല്ലെന്നാ തോന്നും. ഇങ്ങനെ പിന്നെ ഒത്തിരി അഭിപ്രായം, അതല്ല ഇപ്പം പറയാൻ നേരമില്ല. ഞാൻ പറയേണ്ട നിങ്ങൾ പലരും പറഞ്ഞേച്ചാന്നല്ലോ ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അവർ നന്നായിട്ട് ദൈവവചനം പറഞ്ഞാൽ പല അഭിപ്രായങ്ങളാണ് യോഗം കഴിഞ്ഞ് പോകുമ്പം. എന്നാൽ ചിലര് വന്ന് വചനം ഒന്നും കാണുകയില്ല, ചുമ്മാ അങ്ങ് ബഹളമാണ്. ബഹളമെന്ന് പറഞ്ഞാൽ ഒരു സ്വസ്ഥത തരികയില്ല. അതുകൊണ്ട് നമ്മുടെ ആൾക്കാർ ഇപ്പം യോഗത്തിന് വിളിക്കുമ്പോഴും ചില പറയില്ലേ, നമുക്ക് നന്നായിട്ട് ഇളക്കുന്നയാളെ വിളിക്കണം. നന്നായിട്ട് ഇളക്കുന്നയാൾ, അത് കേറ്ററിങ്ങുകാർക്ക് ആവശ്യം. ഇളക്കുന്നവരെ അവിടെ ഒത്തിരി സാധനം ഇളക്കാനുണ്ട്, അടി പിടിക്കാതിരിക്കാൻ. ഇവിടെ അതല്ല, ഇവിടെ ദൈവവചനം എന്നതിൻ്റെ ശക്തിയോടാ പറയേണ്ടത്. അപ്പൊ ചിലര് കടമൊന്നും കാണുകയില്ല, ചുമ്മാ ബഹളം ഉണ്ടാക്കും. യോഗം കഴിയുമ്പോൾ നമ്മൾ പറയാം നല്ല കൃപയുള്ള ആളായിരുന്നു കേട്ടോ. അത് നമ്മുടെ ഇടയിൽ ഒരു അഭിപ്രായമാണ്. ഒരു കാര്യം ദൈവമക്കളോട് പറയാം, ദൈവം ശക്തമായിട്ടും നിന്നോട് ഇടപെടും, ശാന്തമായിട്ടും ദൈവം ഇടപെടും. നിങ്ങൾക്കറിയാമല്ലോ, ശക്തമായിട്ട് ഇടപെട്ട കാര്യമാണ് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 14-15. അവിടെ തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ യോഹന്നാൻ ദർശിക്കുന്നു. പത്മോസ് ദ്വീപിൽ വെച്ച് കർത്തൃ ദിവസത്തിൽ
ആത്മവിവശനായ 1-ാം അധ്യായത്തിന്റെ 9 മുതൽ വായിച്ചോ. യോഹന്നാനെ പത്മോസ് എന്ന ദ്വീപിൽ നാട് കടത്തി. ആരംഭത്തിൽ യോഹന്നാനെ തിളച്ച എണ്ണയ്ക്കകത്തിട്ടെന്ന ചരിത്രം പറയുന്നത് വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ലെങ്കിലും ചരിത്രം പറയുന്നത് തിളച്ച എണ്ണയ്ക്കകത്തിട്ടെന്ന എന്ന് പറഞ്ഞ് ഈ മാർഗം തകർക്കാൻ, ഇദ്ദേഹത്തെ നശിപ്പിക്കാൻ, അദ്ദേഹത്തെ മുടിക്കാൻ, നാടൻ ഭാഷ പറഞ്ഞ മത്തി വറുത്ത് കോരുന്നത് പോലെ പുള്ളിയെ അവൻ വറുത്ത് കോരാനായിട്ട് വെട്ടിത്തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് യോഹന്നാനെ ഇട്ടു. എൻ്റെ ഭാവനയും കൂടെ ചേർത്ത് പറയാം. എണ്ണ ഇങ്ങനെ വെട്ടിത്തിളയ്ക്കുക ചെമ്പിനകത്ത്. എൻ്റെ ഭാവനയാന്ന് ചെമ്പാന്നോ തിളയ്ക്കുന്ന താൻ കണ്ടോന്നൊന്നും എന്നോട് കയറി ചോദിച്ചേക്കരുത്. ഏതായാലും എണ്ണ ഇങ്ങനെ വെട്ടിത്തിളയ്ക്കുക. അപ്പൊ ഉപദേശിയോട് പറഞ്ഞു കാണും, യേശുവിനെ തള്ളിപ്പറ, അങ്ങനെയാണ് ഇടുകയല്ല. യോഹന്നാൻ പറഞ്ഞു ജീവൻ പോയാലും യേശുവിനെ തള്ളിപ്പറയത്തില്ല. അപ്പൊ പറഞ്ഞു അതിന്റെ തീരെ ചൂടെല്ലാം കൂടെ കൂട്ടി ആ തിളച്ച എണ്ണയ്ക്കകത്തോട്ടിട്ട് ഇട്ടേച്ചേ. എൻ്റെ ഭാവനയാ മേകൊണ്ടൊന്ന് മൂടി നോക്കിയപ്പം പുള്ളിക്ക് ഒരു കുഴപ്പമില്ല. പുറത്തെടുത്തപ്പോൾ ഇട്ടതിനേക്കാളും കുറച്ചുകൂടെ മെച്ചത്തില്ല പുറത്തോട്ട് വന്ന്. അതിൻ്റെ കാരണവും കൂടെ പറയാം. യോഹന്നാൻ പേടിക്കാൻ എൻ്റെ ഒരു വിഷയം, തിളച്ച എണ്ണയും കണ്ടപ്പം യോഹന്നാന്റെ അകത്തൊരു ചിന്ത വന്നത്, സ്തോത്രം, പണ്ട് 7 മടങ്ങ് തീയുടെ ബലം കൂട്ടിയൊരു സംഭവമുണ്ട്. അന്ന് 3 ബാലന്മാരെ ഈ തീക്കകത്തിട്ടു. ഇട്ടവനും ഇട്ട രാജാവും എല്ലാം നോക്കി നിൽക്കുമ്പോൾ 4-മതൊരുവൻ ആ തീയുടെ നടുവിൽ കൂടെ ഇറങ്ങി. അവനെയാ ഞാൻ സേവിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തീച്ചൂള ചിലപ്പോൾ കൂട്ടിയെന്ന് വരാ, നിനക്കെതിരെ അവൻ തീച്ചൂള വർദ്ധിപ്പിച്ചെന്ന് വരാ, നീ വെന്ത് കരിഞ്ഞ് കാണുവാൻ കാത്തു നിൽക്കുന്നവർ കണ്ടെന്ന് വരാ. നീ പതറരുത്, ക്ഷീണിക്കരുത്. നിനക്ക് വേണ്ടി 4-മനായിട്ട് ഒരുവൻ ഇറങ്ങി വരും. ഇട്ട ചക്രവർത്തി ചോദിച്ചു, ജോയിക്കുട്ടി, നമ്മൾ 3 പേരെ അല്ലയോ ഇട്ടത്? അതെ. പിന്നെ 4 പേര് നടക്കുന്നു. അവൻ നോക്കിയപ്പോൾ അച്ഛാ 4 പേരുണ്ട്. അയ്യോ, ഒരുത്തന്റെ രൂപം കണ്ടാൽ ദൈവദൂതന്റെ രൂപം പോലൊക്കുക. നീ ഏകയായി പ്രതികൂലത്തിന്റെ തീച്ചൂളക്കകത്തൂടെ പോകുമ്പോൾ കണ്ണടച്ച് കളയുന്ന ദൈവമല്ല, മാറിക്കളയുന്ന ദൈവമല്ല, നിന്നെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല, നിന്നെ തള്ളിക്കളയുന്ന ദൈവമല്ല. 4-മനായി തീയുടെ നടുവിൽ കൂടി നടകൊള്ളുന്ന നസറായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ആ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. തീച്ചുള്ള എതിരായതിഞ്ഞാൽ ശത്രുക്കിനെ പോൽ വീഴ്ത്തപ്പെട്ടാലും തീച്ചുള്ള എതിരായതിഞ്ഞാൽ ശത്രുക്കിനെ പോൽ കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വിടുവിക്കും. എന്നോട് കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വിടുവിക്കും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ തീച്ചൂളക്കകത്തൂടെ കടന്നു പോകുമ്പോൾ നേരെ നിൽക്കുന്ന ദൈവമല്ല, നിന്റെ കൂടെ നടന്നു വന്ന് നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവമാ. എടാ, തീയുടെ മണം പോലും അടിച്ചില്ലെന്നുള്ളതാ. ഇത് യോഹന്നാൻ അറിയാം. അതുകൊണ്ട് തീയും എണ്ണയൊന്നും കണ്ടിട്ട് യോഹന്നാൻ പേടിച്ചില്ല. എൻ്റെ ഒരു അഭിപ്രായം പറയാം. യോഹന്നാൻ ഒത്തിരി നാൾ, യോഹന്നാൻ മാത്രമല്ല ഒരുമാതിരിപ്പെട്ട യോഹന്നാന്മാരെല്ലാം ഒത്തിരി നാൾ കൊണ്ട് ആഗ്രഹിച്ചതാ, ഇച്ചിരി കാച്ചെണ്ണ തേച്ച് കുളിച്ചാൽ കൊള്ളാം. നല്ല പ്രായമുണ്ട്. പ്രായമാകുമ്പോൾ അങ്ങനെയുള്ള ചിന്തകളൊക്കെ വരും. ഏതാ, ഇച്ചിരി കാച്ചെണ്ണ കിട്ടിയാൽ കൊള്ളാം, കുഴമ്പ് കിട്ടിയാൽ കൊള്ളാം. പിന്നെ മണിപ്പാസൻ പുള്ളി എൻ്റെ കൈക്ക് കയറി പിടിച്ചാ എന്നെ ഉപദ്രവിക്കരുതെന്നാ. നമ്മുടെ കാര്യമല്ല ഈ പറഞ്ഞത്. അല്ല, പ്രായമാകുമ്പോൾ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലാതെ പ്രായമാകുമ്പോൾ എനിക്ക് കൊടൈക്കനാലിൽ മുനമ്പി പോയി നിൽക്കണം, താഴെ എങ്ങാനും മണി അത്തുപോകും. പ്രായമാകുമ്പോൾ ചെയ്യേണ്ടത് മുടുത്ത അക്ഷരമുള്ള ബൈബിൾ കിട്ടും, കുമ്പനാട്, അതൊരെണ്ണം മേടിക്കണം. സിയോൻ ഗീതാവലി അതും മേടിക്കണം. അറിയാവുന്ന പാട്ടുമൊക്കെ പാടി വേറെ പുസ്തകമൊക്കെ വായിച്ച് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് മേപ്പോട്ട് പോകാൻ നോക്കണം. അപ്പൊ എന്തായാലും ഇവിടെ അപ്പോസ്തലന്മാരെല്ലാം ചിന്തിച്ച് കാണുമായിരിക്കും, ഇച്ചിരി കാച്ചെണ്ണ തേച്ച് കുളിച്ചാൽ കൊള്ളാന്ന് യോഹന്നാനും ആഗ്രഹം വന്നെന്ന് വരാം. അതിന് അങ്ങനെ
പക്ഷെ കാച്ചെണ്ണ മേടിക്കാൻ കാശൊന്നുമില്ല. ആരംഭകാലത്ത് അങ്ങനെ ആയിരുന്നല്ലോ, വലിയ ബുദ്ധിമുട്ടല്ലേ? വായിച്ചേ 4:10 മുതൽ, കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 4:10 മുതൽ. ആരംഭ സമയത്ത് അപ്പോസ്തലന്മാർക്ക് എങ്ങനെ ആയിരുന്നെന്ന് ഇന്നത്തെ സ്ഥിതി വല്ലതും ആയിരുന്നോ? 4:10 മുതൽ അങ്ങോട്ട് വായിച്ചോ, പെട്ടെന്ന് വായിക്കും. ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ. ഞങ്ങൾ ബലഹീനർ, ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ, നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനഹീനർ. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും. ഈ നാഴിക വരെ ഞങ്ങൾ ബഹുവചനമാണ്. ഇതെഴുതിയ അപ്പോസ്തലനും ശേഷമുള്ള അപ്പോസ്തലന്മാർ വന്ന സാരം. ഞങ്ങൾ ബഹുവചനം. ഈ നാഴിക വരെ, ഇതെഴുതുന്ന സമയം വരെ ഞങ്ങൾ, ഞാനും ശേഷമുള്ള അപ്പോസ്തലന്മാർ വന്ന സാരം. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെ. അന്നേരം പറയാം, അന്ത്യോക്യ സിംഹാസനം ഉണ്ടായിരുന്നെന്ന്, കൊരണ്ടി പോലും ഇല്ലായിരുന്നു. അന്നേരം പറഞ്ഞ അന്ത്യോക്യല്ല, റോമിലായിരുന്നെന്ന്. എന്തോ പറയാനാ? എടാ, അന്ത്യോക്യയിലും ഇല്ല, റോമിലും ഇല്ല. പട്ടിയെ ഓടിക്കുമ്പോൾ ഓടിക്കുക, സ്ഥിരവാസം കൂടാതെ. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെ. ഇനി 2 കൊരിന്ത്യർ 11 താഴോട്ടുള്ള വേദഭാഗം ഒന്നും ഇപ്പം വായിപ്പിക്കുന്നില്ല, പിന്നീട് വായിച്ചാൽ മതി. അറിയാമല്ലോ, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുടെ ആപത്ത്, പട്ടിണി, പൈതാകം, ഉപദ്രവം, നഗ്നത, ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുടെ ആപത്ത്, കോലിനാണ് കൊണ്ടത്, കല്ലേറ് കൊണ്ടത് എന്ന് വേണ്ടതെല്ലാം വൈതരണികളാണ്. ഇതിനിടെ എവിടെ കാച്ചെണ്ണ തേച്ച് കുളിക്കാൻ നേരം. അപ്പോൾ ഒരു ആഗ്രഹം വന്ന് കാണും, ഇച്ചിരി കാച്ചെണ്ണ കിട്ടിയ കൊള്ളാം. ഈ ചില ആഗ്രഹമൊക്കെ ദൈവം നിറവേറ്റും, പക്ഷെ വേറെ രീതിയിൽ കൂടെ ആന്നേ ഉള്ളൂ. ഒരല്പ കാച്ചെണ്ണ ഞാൻ പുള്ളി പ്രതീക്ഷിച്ചെങ്കിലും ദൈവം തമ്പുരാൻ കൊടുത്തപ്പോൾ ഒരു ചെമ്പ് നിറച്ച് കാച്ചി ഇട്ടിരിക്കുക. പുസ്തകത്തിൽ ഉപദേശം വിഷയം വേറെ ആണെങ്കിലും പ്രയോഗം കൊള്ളാം, ചോദിക്കുന്നതിലും അതാട്ടെ. അങ്ങനെ യോഹന്നാനെ പിന്നീട് നാട് കിടത്തി, വിവരിക്കുന്നില്ല. പത്മോസിൽ ഏകനായി കിടക്കുമ്പോൾ കറുത്ത ദിവസത്തിൽ ആത്മവിവശനായി യേശുവിന്റെ സാക്ഷ്യവും ദൈവത്തിന്റെ വചനവും നിമിത്തം നാട് കടത്തപ്പെട്ട പത്രോസ്, യോഹന്നാൻ പത്മോസ് എന്ന ദ്വീപിൽ നാട് കടത്തപ്പെട്ട് കിടക്കുമ്പോൾ കറുത്ത ദിവസത്തിൽ ആത്മവിവശനായി. അവശനായതല്ല, പിന്നെയോ ഇപ്പൊ അങ്ങ് അവശതയാകുക. ആരാധിച്ച് അങ്ങ് അവശതപ്പെട്ട് ചോദിക്കും, മോളിമാമ നാളെ വരുമോ? വരികയിലെന്ന് പോലും പറയാനുള്ള ആവതില്ല. വൈകിട്ട് വരുമോ? ഈ ചാട്ടമെല്ലാം കൂടെ ചാടിയത് ഈ ചുമ്മാ കിടന്ന് ചാടരുത്. ആത്മാവിലാന്നേ നീ നാളെയും വരും, മറ്റന്നാളും വരും, ഒന്നും മുടക്കുകയല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവശനായെന്നല്ല, വിവശനാകുന്ന. 10 ദിവസത്തിൽ ആത്മവിവശനായി. വായിച്ചേ, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതണം. ആത്മവിവശത വന്നാൽ കാണും, കേൾക്കും, എഴുതും, അറിയും, ഓർക്കും, പറയും. ഇതൊക്കെ ആത്മവിവശത. ഇപ്പൊ പലയിടത്ത് ആത്മവിവശത വന്നാൽ പൊത്തോന്ന് വീണ് അവിടെ കിടക്കുക, അനങ്ങുകയല്ല. പിന്നെ മെയിൻ പുള്ളി പറയും തൊടണ്ട, അവിടെ കിടന്നോട്ടെന്ന്. അവർ വണ്ടി കയറി പോവുകയും ചെയ്തു. ഒടുവിൽ തള്ള എഴുന്നേറ്റ് വന്നപ്പോൾ ആരെയും കാണുന്നില്ല. നോക്കിയപ്പോൾ ആരുമില്ല. പാട്ടുകാർ അവരുടെ ഇതെല്ലാം എടുത്ത് കെട്ടുന്നു. അവർ മാത്രമേ ഉള്ളൂ. പിന്നെ അവസാനം ആ പോക്കൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെ. ഭർത്താവിന് പോകാനും ഒക്കത്തിൽ ഓട്ടോക്കാരും വന്ന് നിൽക്കുന്നു. കാരണം ഇങ്ങോട്ട് വന്നപ്പോൾ കാശ് കൊടുക്കാതെ അതിനകത്ത് കയറിയത്, അവന് കാശും വേണം. അവസാനം പോക്കൊക്കെ നിങ്ങൾ ഒന്ന് കാണേണ്ടതാ. ഞാൻ ഒരിക്കൽ കണ്ടതാ ഒരാൾ പോകുന്നത്. ഓട്ടോയിലോട്ട് ചെന്നങ്ങ് വീഴുക, വയ്യ. പിന്നെ പൊത്തൊന്ന് താഴെ വീണാൽ പിന്നെ എണ്ണം ഉണ്ടാകാതിരിക്കുമോ? പുള്ളിയും പുറകെ ചെന്ന് കയറി, പുള്ളിക്ക് പോകാതിരിക്കുക. കയറി ഇരുന്നുണ്ടപ്പോൾ എൻ്റെ വാച്ച് അവിടെ കാണും, എടുത്തുകൊണ്ട് വരാൻ. അയാൾ പിന്നെയും പുറകോട്ട് പോയി. കാരണം പുള്ളി എടുത്തില്ലെങ്കിൽ പുള്ളി തന്നെ പിന്നെ മേടിച്ച് കൊടുക്കേണ്ടി വരും. അതൊക്കെ അവശതയാ. ഇതങ്ങനല്ല, ഇത് വിവശതയാ. അവശത വേറെ, വിവശത വേറെ. താരതമ്യ പഠനമല്ലല്ലോ. അല്ലെ പിന്നെ അങ്ങോട്ട് പോകാറുണ്ട്. കറുത്ത ദിവസത്തിൽ ആത്മവിവശനായി നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി. എന്ന 7 സഭകൾക്ക് എഴുതുക എന്ന് കാഹളത്തിനൊരു ശബ്ദം എന്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണാൻ ഞാൻ തിരിഞ്ഞു. 13-ാം വാക്യം തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെ നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് പൊൻകച്ച കെട്ടിവനായി മനുഷ്യപുത്രനോട് സദൃശനായി തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു ഇന്ന് രാത്രി ആ കർത്താവ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. 7 നക്ഷത്രം വലങ്കിൽ പിടിച്ച് നിലവിളക്കയുടെ നടുവിൽ നിലയങ്കി അവൻ ധരിച്ച് നടകൊള്ളുന്ന നസ്രായൻ ഇന്ന് രാത്രി നിന്റെ സമയമേ വന്നിട്ടുണ്ട്. ഈ രാത്രി ഈ ഹോളിനകത്ത് വന്നിട്ടുണ്ട്. എന്തിനു വന്നിരിക്കുന്നു? കുരുടർക്ക് കാഴ്ച കൊടുക്കുവാൻ, ചകടരെ കേൾവി കൊടുക്കുവാൻ,
കൊടുക്കുവാൻ, മുടന്തരെ നടത്തുവാൻ, ഊമർക്ക് സംസാരം ചേച്ചു കൊടുക്കുവാൻ, മരിച്ചവരെ ഉയർപ്പിക്കുവാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ, ഭൂതങ്ങളെ പുറത്താക്കുവാൻ, നിന്റെ മേൽ കൃപ പകരുവാൻ ഇന്ന് രാത്രി നസറായൻ വന്നിട്ടുണ്ട്. അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഓ കൃപ, മാറത്ത് വൻകച്ച കെട്ടവനായി, ചുട്ടുപടുപ്പിച്ച് വെള്ളോടിന് സദൃശമുള്ള ഭാരമുള്ളവനായി, 7 നക്ഷത്രം അല്ലെങ്കിൽ പിടിച്ചവനായി ഇന്ന് രാത്രി നസറായൻ ഈ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുക. അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവശക്തി വ്യാപരിക്കട്ടെ. നിന്റെ വിഷണ്ണ മനസ്സ് ഇന്ന് രാത്രി മാറട്ടെ. സ്തുതി എന്ന മേലാട ഇന്ന് രാത്രി പകരട്ടെ. ദൈവകൃപ ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. നിന്റെ അസ്ഥിക്കകത്ത്, ധമനിക്കകത്ത്, ഞരമ്പിനകത്ത്, രക്തത്തിനകത്ത് കുടുങ്ങിയിരിക്കുന്ന രോഗാണുക്കൾ ഈ രാത്രി ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ ഒഴുകി മാറട്ടെ. അടമന ജലതല വൈശസ് കടമന പടമല. ഓ കൃപ, കൃപ. ഓ ഒരറ്റം മുതൽ ഒരറ്റം വരെ ദൈവശക്തി വ്യാപരിക്കട്ടെ. നമ്മുടെ മഹായോഗത്തിന്റെ കൊടുമലത്തെ രാത്രി യോഗത്തിൽ ദൈവകൃപ ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. ശിരസ് മുതൽ പ്രാണം വരെ ദൈവകൃപ, വചനത്തിന്റെ ശക്തി, ദൈവത്തിന്റെ വചനത്തിന്റെ വ്യാപാര ശക്തി, ദൈവാത്മാവിന്റെ വ്യാപാര ശക്തി. ദൈവത്തിന്റെ മഹത്വം, 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 ദൈവത്തിന്റെ മഹത്വം. ഓ ദൈവകൃപ, 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 ദൈവകൃപ. ഓ ദൈവത്തിന്റെ മഹത്വം 2 3 പറയുന്ന നാമത്തിൽ എവിടെ കൂടിയാലും നടുവിൽ വരുമെന്ന് അരുളി ചെയ്ത നസറായന്റെ മഹത്വമുള്ള ശക്തി ഇന്ന് രാത്രി വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ദൈവകൃപ, 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 ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. കരമുയർത്തി ഹല്ലേലൂയ പാടാം. കാലുകളിൽ കാച്ചി പഴുപ്പിച്ച നല്ല കാലുകൾ ഉലകിൽ കാച്ചി പഴുപ്പിച്ച നല്ല ശക്തിയോടും പ്രകാശിക്കും പോലെ നല്ല മുടി തവള പഞ്ഞി പോലെ ഇരിക്കുന്നു ദൈവപുത്രനെ സ്തുതിപ്പി സ്തുതിപ്പി യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പി സ്തുതിപ്പി യേശുദേവനെ. വളരെ വെള്ളത്തിൽ നിരച്ചിൽ കൊത്തതും ശവക്കല്ലറയിൽ നിന്നും വെളിയ മരിച്ചൊരുയർന്നു വരുവാനായി തകവല്ലവമുള്ള എളിയ ജനം ചെവിക്കൊള്ളുവതുമായ വലിയ ഗംഭീര ശബ്ദമുള്ള സ്തുതിപ്പി സ്തുതിപ്പി യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പി സ്തുതിപ്പി യേശുദേവനെ. വലിയ ദൈവദൂതന്റെ ശബ്ദവും ദൈവകാകലവും തന്റെ വിളികൊണ്ടിട്ട കലർന്നു മുഴങ്ങവേ പണലോകത്തിൽ നിന്ന് ജ്വലിക്കും അഗ്നിമേഘത്തിൽ വെളിപ്പ് കാലത്തിൽ ദുഷ്ടതൻ മക്കളാണെന്ന് സ്തുതിപ്പി സ്തുതിപ്പി യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പി സ്തുതിപ്പി യേശുദേവനെ. മന്നവ മന്നനാകുന്ന മഷികായേ മകസേനയിൽ കർത്തനെ മണ്ണും പെണ്ണും പടച്ചവനെ മണ്ണും നന്ദനെ പരനന്ദനെ മേരി നന്ദനെ രാജനന്ദനെ നിങ്ങൾ നന്ദിയോട് പാടി സ്തുതിപ്പി സ്തുതിപ്പി യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പി സ്തുതിപ്പി യേശുദേവനെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഇന്ന് രാത്രി നസറായൻ നമ്മുടെ നടുവിലുണ്ടെന്ന് തിരിഞ്ഞപ്പോൾ 7 നക്ഷത്രം വലങ്കി പിടിച്ച 7 പന്ത്രണ്ടൊക്കെ നടുവിൽ നിലയങ്ക ധരിച്ച് മാരത്ത് വൻകച്ചകെട്ടവനായി മനുഷ്യപുത്രനോട് സദൃശനായവന് ഞാൻ കണ്ടു. അടുത്ത വാക്യം. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ. അവന്റെ തലയും തലമുടിയെല്ലാം ഡൈ അടിച്ചെന്നല്ല, പിന്നെയോ വെളുത്ത പഞ്ഞി പോലെ. അടുത്ത വാക്യം വായിച്ചു. ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നി ജ്വാലയ്ക്കൊത്തതും. കണ്ണ് അഗ്നിയാലൊത്തതും പിന്നെ കാലുലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും. അടുത്തത് അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. ശബ്ദം, അവിടുത്തെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയായിരുന്നു. ഇന്ന് രാത്രി പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ദൈവം നിന്നോട് ഇടപെടും. പെരുവെള്ളം ഇളകി വരുന്നത് പോലെ, ഇരച്ചു വരുന്നത് പോലെ ദൈവം നിന്നോട് ഇടപെടും. അപ്പോൾ ശക്തമായിട്ടും ദൈവം ഇടപെടും, ശാന്തമായിട്ടും. ഇവിടെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. വേറൊരു ഭാഗത്ത് സാവധാനത്തിൽ മൃദുശബ്ദമെന്ന 19-11 വായിച്ചു.
രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19:11 അറിവുള്ള വാക്യമാ എങ്കിലും വായിച്ചു. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് അറിഞ്ഞോട്ടെ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാന്നുള്ളത് എനിക്കറിയാം. അറിയാത്ത ആരെങ്കിലും ദൂരെ ഇരിപ്പുണ്ടെങ്കിൽ അവരൊന്ന് അറിഞ്ഞോട്ടെ. 19:11 താളിഞ്ഞോട്ട് മറിക്കുമ്പോൾ ഇടത്ത് വശത്ത് മേളില്, നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുൻപാകെ നിൽക്ക എന്നവൻ കൽപ്പിച്ചു. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു. ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുൻപിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. കാറ്റിലൊന്നുമില്ലായിരുന്നു. പിന്നെ കാറ്റിന്റെ ശേഷം ഒരു ഭൂകമ്പം ഉണ്ടായി. ഒരു ഭൂകമ്പം. ഭൂകമ്പത്തിലും യഹോവ ഇല്ലായിരുന്നു. ഭൂകമ്പത്തിന്റെ ശേഷം ഒരു തീ. തീയിലും യഹോവ ഇല്ലായിരുന്നു. തീയുടെ ശേഷം എനിക്കൂടെ വിടവ് താന്ന്. കാറ്റ്, ഭൂകമ്പം, 3-ാമത് തീ. അവിടെ വായിക്കുന്ന തീ ദൈവം ഇല്ലായിരുന്നെന്ന്. അന്നേരം നമ്മൾ പറയും ആ തീ കത്തട്ടെന്ന്. ഏത് തീയാന്നുള്ളത് ചിന്തിച്ചോണം. സ്തോത്രം. തീക്കകത്തും ഇല്ലായിരുന്നെന്നാ. അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയം അല്ലല്ലോ. വെറുതെ എന്തിനാ അസ്വസ്ഥത ഉണ്ടാക്കുന്നത്? അപ്പൊ ഇതിന് പുറകെ ഒരു തീയിലും ദൈവം ഇല്ലായിരുന്നു. അടുത്ത വാക്യം വായിക്കേ. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരം. സാവധാനത്തിൽ ഒരു മൃദുസ്വരം. കണ്ടോ? വെളിപ്പാട് 14:15 പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലുള്ള ശബ്ദം. ഇവിടെ വായിക്കുന്നത് സാവധാനത്തിൽ ഒരു മൃദുസ്വരം. അങ്ങനെയും ദൈവം ഇടപെടും. ഇയ്യോബിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത് ഒരു മന്ദസ്വരം എന്നാ. അതാ മന്ദസ്വരം. 26:14 വായിച്ചേ. ഇയ്യോബ് 26:14. എന്നാൽ ഇവ അവന്റെ വഴിയുടെ അറ്റങ്ങളത്രേ, നാം അവനെ കുറിച്ച് ഒരു മന്ദസ്വരമേ കേട്ടിട്ടുള്ളൂ. അപ്പൊ ഇവിടെ മന്ദസ്വരം, വെളിപ്പാടിൽ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലുള്ള ശബ്ദം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19:11-12 താഴോട്ട് പഠിക്കുമ്പോൾ അവൻ സാവധാനത്തിൽ മൃദുസ്വരം എന്ന് പറഞ്ഞാൽ ഏത് നിലയിലും ദൈവം നമ്മോട് ഇടപെടും. ശക്തമായിട്ടും ദൈവം ഇടപെടും, ശാന്തമായിട്ട് ഇടപെടും, സൗമ്യമായിട്ട് ഇടപെടും, സാവധാനത്തിൽ ഇടപെടും. മന്ദസ്വരമായി ദൈവം സംസാരിക്കും. അത് സ്വപ്നങ്ങളിൽ കൂടിയും ദർശനങ്ങളിൽ കൂടിയും വെളിപ്പാടുകളിൽ കൂടിയും വചനത്തിൽ കൂടിയൊക്കെ ദൈവം നമ്മോട് ഇടപെടും. ഇന്ന് രാത്രി ഏത് നിലയിൽ ദൈവം സംസാരിച്ചാൽ ഏറ്റെടുത്ത് അനുഗ്രഹിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ, അനുസരിക്കാൻ മനസ്സുണ്ടെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമ്മുടെ വിഷയത്ത് വരണം. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു, യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. ഈ സങ്കീർത്തനത്തിലെ ഒട്ടുമിക്ക വാക്യങ്ങളും ആദരണീയരായ ദൈവദാസന്മാർക്കും ചില ദൈവമക്കൾക്കൊക്കെ മനപാഠമാണ്. കാരണം ഇതുപോലുള്ള കൺവെൻഷൻ യോഗങ്ങൾ നടക്കുമ്പോൾ അധ്യക്ഷൻ മുൻപോട്ട് വന്ന് പറയും, നമ്മുടെ ഈ മഹായോഗത്തിന്റെ അനുഗ്രഹത്തിന് 3 കർത്തൃദാസന്മാർ മുൻപോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ ചില സ്ഥലങ്ങളിൽ സമയം നോക്കി പറയും. അപ്പോൾ അഭിഷിക്തന്മാരായ ദൈവദാസന്മാർ വന്ന് പരിജ്ഞാനത്തോടെ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ 1-2 വാചകം. കർത്താവേ, കാലാവസ്ഥ അനുകൂലമാക്കി മൈക്ക്, ലൈറ്റ്, സൗണ്ട് എല്ലാം സുഗമമായി പ്രവർത്തിക്കുന്നു. പിന്നെയും നിന്റെ കൃപ ചൊരിയണം. ഇന്ന് രാത്രി നിന്റെ ദാസനെ ഉപയോഗിക്കണം, ശക്തമായിട്ട് ഇടപെടണം. അവിടുത്തെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. വടക്കിനോട് തരികാന്നും തെക്കിനോട് തടുത്തു വെക്കാൻ അരുളി ചെയ്ത ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഇടപെട്ട് നിന്റെ ശബ്ദം കേൾപ്പിക്കണം. മരത്തിന്റെ തോലിരിക്കുന്ന ശബ്ദം, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ശബ്ദം, മരുഭൂമിയെ നടുക്കുന്ന ശബ്ദം, കാദേശ് മരുഭൂമിയെ നടുക്കിയ ശബ്ദം ഞങ്ങളോട് ഇടപെടണമെന്നൊക്കെ സന്ദർഭോചിതമായിട്ട് ഉച്ചസ്ഥരം പ്രാർത്ഥിക്കുന്ന കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയാറുണ്ട്, കാദേശ് മരുഭൂമിയെ നടുക്കിയ ശബ്ദം. പലരും പ്രാർത്ഥിക്കുന്നെങ്കിലും കഥ അറിയാതാ പ്രാർത്ഥിക്കുന്നത്. കാദേശിനെ നടുക്കിയ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണം. അതെന്താ കാരണമെന്ന് ചോദിച്ചാൽ മിക്കവാറും ഇനി അത് പറഞ്ഞ് പ്രാർത്ഥിക്കുകയല്ല. പ്രാർത്ഥന മുടക്കാമെന്ന ആളല്ല ആ വാക്യം. അപ്പൊ ഇന്ന് രാത്രി കമ്പിവാചകം പോലെ ചിന്തിക്കാം. കാദേശ് മരുഭൂമിയെ നടുക്കിയ ശബ്ദമാണ് ദൈവത്തിന്റെ ശബ്ദം. ഈ കാദേശ് എന്ന വാക്കിന്റെ അർത്ഥം യഹോവയ്ക്ക് വിശുദ്ധം. ദൈവം വിശുദ്ധീകരിച്ച സ്ഥലം, ദൈവം വിശുദ്ധമെന്ന് എണ്ണിയ സ്ഥലം, ദൈവത്തിന് വിശുദ്ധം. അതാണ് കാദേശ്, യഹോവയ്ക്ക് വിശുദ്ധം. എന്നാൽ ഈ കാദേശിന് പണ്ട് ഒരു പേരുണ്ടായിരുന്നു. ആ പേര് ഏൽ മിഷ്പാത്ത് എന്ന. ഏൽ മിഷ്പാത്ത് വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. കാദേശിന്റെ പണ്ടത്തെ പേര് ഉൽപ്പത്തി 14:6. ഏമിരെയും സായിർ മലയിലെ ഹോദിരെയും മരുഭൂമിക്ക് സമീപമുള്ള ഏൽപാരാൻമാരെ തോൽപ്പിച്ചു. പിന്നെ അവർ തിരിഞ്ഞ് കാദേശ് എന്ന ഏൽ മിഷ്പാത്തി വന്നെന്ന. ഒന്നുകൂടെ വായിച്ചോ, ഞാൻ വെള്ളം കുടിക്കാം. ഏമിരെയും സേയിർ മലയിലെ ഹോയിരെയും മരുഭൂമിക്ക് സമീപമുള്ള ഏൽപാരാൻ വരെ തോൽപ്പിച്ചു. പിന്നെ അവർ തിരിഞ്ഞു കാദേശ് എന്ന എൻ മിഷ്പാത്തിൽ വന്നു. പിന്നെ അവർ തിരിഞ്ഞ് കാദേശ് എന്ന ഏൽ മിഷ്പാത്തിൽ വന്നു. അപ്പൊ കാദേശിന്റെ പണ്ടത്തെ പേരാണ് ഏൽ മിഷ്പാത്ത്. ശ്രദ്ധിക്കുക, ഏൽ മിഷ്പാത്ത് എന്ന വാക്കിന്റെ ഒരർത്ഥം ന്യായവതിയുടെ സ്ഥലമെന്നാണ്.
കാരണം ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം പഠിക്കുന്നവർക്കറിയാം യുദ്ധങ്ങളുടെ അധ്യായമാണ്. 4 നാട്ടുരാജാക്കന്മാർ 5 നാട്ടുരാജാക്കന്മാരുമായിട്ട് യുദ്ധം ചെയ്തു. അമ്രാബേൽ, അരിയോക്ക്, കെദർലായോമോർ, തീതാൻ ആദിയായ ബാബിലോണിന് ചായ്വുള്ള 4 പേരുമായി, ബേര, ബൃഷ, ശിനാവ്, സോവർ ആദിയായ സോദോമ്യ ചായ്വുള്ള 5 പേരുമായി യുദ്ധം നടത്തി. ഈ യുദ്ധത്തിൽ 4 പേരെ പേടിച്ച് 5 പേർ ഓടിപ്പോയ കൂട്ടത്തിൽ സോദോം രാജാവ് കുടിക്കകത്ത് പോയി. പലരും ചെതറി ഓടി. ഒരുത്തൻ എതിർച്ചയാ ഓടി വന്ന് എബ്രായനായ അബ്രഹാമിനോട് വന്ന് പറഞ്ഞ, അബ്രഹാമേ, സോദോമിൽ യുദ്ധം നടന്നു, എന്നിട്ടോ സോദോമിനെ കൊള്ളയിട്ടു. പിന്നെ നിന്റെ സഹോദരപുത്രൻ ലോത്ത് അവന്റെ ഭാര്യ 2 പെൺകുട്ടികളെല്ലാം തട്ടിക്കൊണ്ടുപോയി. അബ്രഹാം എന്ന് മമ്രയുടെ തോപ്പി പാർക്കുക. ആ മമ്ര എന്നുള്ളത് ഒരു അമോര്യനാ. അവന് 2 സ്നേഹിതന്മാരുണ്ട്, ആനേറും യഷ്കോലും. അങ്ങനെ മമ്രെ, ആനേർ, യഷ്കോൽ. തന്റെ വീട്ടിൽ ജനിച്ചു വളർത്തപ്പെട്ട 318 അഭ്യാസികൾ. ഞാനിങ്ങനെ പറഞ്ഞ വീണ്ടും ജനനം പ്രാപിച്ച 318. അതാ കുറച്ചുകൂടെ നല്ലത് നമ്മോട് ബന്ധപ്പെട്ട്. വീണ്ടും ജനനം പ്രാപിച്ച 318. പിന്നെ മമ്രെ, ആനർ, യഷ്കോൽ അവരും എല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് 318 321 അബ്രഹാമിനെ കൂട്ടി 322 പേർ അന്ന് രാത്രി സോദോമിനെ കൊള്ളകിട്ട വമ്പൻ രാജാക്കന്മാരെ അമ്പേ പരാജയപ്പെടുത്തി ശിഷ്ടമുള്ള ജനത്തെ നിഗ്രഹിച്ചു. അപ്പോൾ ഇവരെ കൊന്നൊടുക്കിയ സ്ഥലമാണ് ഏൽ മിഷ്പാത്ത്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ന്യായവതിയുടെ സ്ഥലം എന്ന് അർത്ഥം വന്നത്. അപ്പോൾ ന്യായവതിയുടെ സ്ഥലത്തെയാണ് പിന്നത്തേതിൽ കാദേശാക്കി യഹോവയ്ക്ക് വിശുദ്ധമാക്കി. നമ്മോട് ബന്ധപ്പെട്ടുള്ള പാഠം, ഒരു കാലത്ത് ഞാനും നിങ്ങളുമെല്ലാം ന്യായവതിക്ക് അർഹരായി പോയവരാ. അല്ല, ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ ശിക്ഷാവിധിക്ക് അർഹരായി പോയവരാ. ഒരു കണ്ണിന് പോലും ദയ തോന്നാതെ എല്ലാവരാലും വെറുക്കപ്പെട്ട് തള്ളപ്പെട്ട് ഒറ്റപ്പെട്ട് ആരും നമ്മളെ മൈൻഡ് ചെയ്യാതെ തിരുവചനത്തിന്റെ ഭാഷയൊക്കെ അനുസരിച്ച് പറഞ്ഞാൽ പാപത്തിന്റെ ദാസന്മാരായി പാതാളത്തിന്റെ ആടുകളായി മൃത്യു നമ്മെ മേയിച്ചൊരു കാലമുണ്ടായിരുന്നു. ആ കാലത്തിൽ നിന്ന് യേശു ക്രിസ്തുവാകുന്ന പരിശുദ്ധ ദൈവം നമുക്ക് വേണ്ടി കാൽവരിയിൽ തന്റെ പരിശുദ്ധ ജീവനെ തന്ന് പരിശുദ്ധ രക്തമൊരുക്കി പരിശുദ്ധ നിണമൊരുക്കി നമ്മളെ വീണ്ടെടുത്തു. നമ്മളെ ദൈവമക്കളാക്കി തീർത്തു. ഇപ്പോൾ നമുക്ക് പ്രത്യേക പദവി തന്നിരിക്കുക, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടും. അനുവാക്യമൊക്കെ നിങ്ങൾക്കറിയാം. നമുക്ക് വിശേഷണമായ ചില പദങ്ങളുണ്ട്. സഹോദരന്മാര്, വിശുദ്ധ സഹോദരന്മാര്, സ്വർഗീയ വിളിക്കോകരിക്കാരായുള്ളവര്, ദൈവമക്കള്, അതുപോലെ തന്നെ പരദേശികള്, പ്രവാസികള്, ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ ആ സന്ദർഭോചിതമായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. ഒരു കാലത്ത് ഞാനും നിങ്ങളുമെല്ലാം ശിക്ഷാവിധിക്ക് അർഹരായി പോയവരാ. എങ്ങനെ രക്ഷപ്പെടും, ആര് രക്ഷിക്കും, എവിടെ പോയാൽ രക്ഷ കിട്ടും എന്നോർത്ത് നെട്ടോട്ടമോടിയ കാലമുണ്ടായിരുന്നു. ആ കാലത്തിന് വേറെ പുസ്തകം പഠിപ്പിക്കുന്ന പദങ്ങൾ അജ്ഞാനകാലം, പണ്ടത്തെ കാലം, മുൻകാലം, പഴയ കാലം, അറിയായ്മയുടെ കാലം, ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ ആ തിരുവചനത്തിൽ കൊടുത്തിരിക്കുന്നത്. നമ്മളെ ഇടയ്ക്കൊരു പാട്ടും പാടുമായിരുന്നു, അന്നേ മരിച്ചു പോയെങ്കിൽ. ആ കാലത്ത് നമുക്ക് ദൈവത്തെ അറിയത്തില്ല, ദൈവം ആരാന്നറിയത്തില്ല, എന്താണെന്നറിയത്തില്ല. അതിനെപ്പറ്റി ഒത്തിരി നേരത്തെ എങ്ങനെയായിരുന്നെന്ന് തിരുവചനത്തിൽ ഒത്തിരി വാക്യങ്ങളുണ്ട്. എല്ലാം ഇപ്പൊ എടുപ്പിച്ച് വായിക്കുന്നില്ല. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യമോ 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യമോ 5-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യമോ, അതുപോലെ തന്നെ പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-ഉം 4-ഉം 5-ഉം 6-ഉം തീത്തോസ് 3-ന്റെ 8-ഉം ഒക്കെ വായിക്കേണ്ടതായി. എല്ലാം വായിക്കാൻ നേരമില്ല. ഗലാത്യർ 4-ന്റെ 8 വായിച്ചോ, അതിനെ ഇപ്പം നേരമുള്ളു. ഗലാത്യ ലേഖനം 4-ന്റെ 8 മുതൽ ഈ പോട്ടെ, ആ കണ്ണിക തുടങ്ങുന്ന മുതല്. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ. നേരത്തെ എങ്ങനെയായിരുന്നു? എന്നാൽ അന്ന് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, ഈ കൃപയിൽ വരുന്നതിന് മുമ്പ്, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതിന് മുമ്പ് അറിയായ്മയുടെ കാലം, അജ്ഞാനകാലം, പണ്ടത്തെ കാലം, മുൻകാലം, അങ്ങനെ. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. എന്നാൽ നിങ്ങൾ അന്ന് ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ഇപ്പോഴോ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞും വിജയിച്ചാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുപിരിക്കാൻ നിങ്ങൾ ദരിദ്രവും ബലഹീനമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് പുതുതായിട്ട് അതിനെ അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എന്ത്? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയി പോയോ എന്ന് ഭയപ്പെടുന്നെന്നാ. എല്ലാ ഭാഗവും എടുക്കുന്നില്ല. ആ ഭാഗത്ത് കണ്ടോ? എന്നാൽ അന്ന് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ ദൈവത്തെ അറിയാതെ എന്ന് പറഞ്ഞാൽ സത്യദൈവത്തെ അറിയാതെ. നമ്മളൊക്കെ നേരത്തെ ദൈവത്തെ വിളിക്കുന്നവരാ, അല്ലയോ? പള്ളിയിൽ പോകുന്നവരെല്ലാം ദൈവത്തെ വിളിക്കുക. പള്ളി ചെന്ന് എന്റെ വിജായ എന്നാണോ വിളിക്കുന്നത്? ദൈവത്തെയാ വിളിക്കുന്നത്. അമ്പലത്തിൽ പോകുന്ന മാന്യ സഹോദരന്മാരുണ്ട് ക്ഷേത്രങ്ങളിൽ, അവരും ദൈവത്തെ വിളിച്ചാ പോകുന്നത്, ഇല്ലേ? ജോഡി മുസ്ലിം സഹോദരന്മാർ, അവരും ദൈവത്തെ, രീതിയും ട്യൂണുമൊക്കെ വേറെയാണെങ്കിലും അവരെ ആത്മാർത്ഥമായിട്ട് ദൈവത്തെയായി വിളിക്കുന്നത്. നമ്മളുമൊക്കെ അങ്ങനെയാ പോയത്. പണ്ട് അമ്പലത്തിൽ പോകുന്ന സമയത്ത് പാടെ ചൊല്ലാറുണ്ട്, ഇപ്പോഴും ചിലർ ചൊല്ലും, അറിയാം. മലയ്ക്ക് പോകുന്ന സഹോദരന്മാരും ദൈവത്തെ വിളിച്ചായി പോകുന്നത്. അയ്യനെ നിനച്ചെന്നു വിളിച്ചുടൻ പയ്യ നേരം പുലരുന്ന ജാന്തരെ
ചൊവ്വിനോടെ തിരിച്ചു വടക്കോട്ട് ദൈവമായുള്ള ഒരയ്യപ്പാകിമ, അങ്ങനെ ചൊല്ലുന്നത്. അപ്പൊ അവരും ദൈവത്തെയാ വിളിക്കുന്നത്. ക്ഷേത്രങ്ങളിൽ പോകുന്നവരും ദൈവത്തെ വിളിക്കുന്നവരാ. പള്ളിയിൽ പോകുന്നവരും ദൈവത്തെയാ വിളിക്കുന്നത്. മോസ്കിൽ പോയി നിസ്കരിക്കുന്നവർ അവരും ദൈവത്തെയാ വിളിക്കുന്നത്. നമ്മളുമൊക്കെ അങ്ങനെ നേരത്തെ. പക്ഷേ അവൻ ഏത് ദൈവമാ, സത്യദൈവം ഏതാണെന്ന് നമുക്ക് ഒരു കാലത്ത് അറിയത്തില്ലായിരുന്നു. സ്തോത്രം. അത് ഈ കൃപയിൽ വന്നപ്പോൾ മനസ്സിലായി. ഏക സത്യ നിത്യദൈവമായ യേശു ക്രിസ്തു. പൗലോസിന്റെ ഭാഷയിൽ പറയാ, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തു. മുമ്പേ ഓർപ്പിച്ചല്ലോ വാക്യം തീത്തോസ് 2:11 മുതൽ, ആ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ കുതിച്ചുവല്ലോ നാം ഭാഗ്യകരമായ പ്രത്യാശ. സോമൻ പാസ്റ്റർ എവിടെ പോവുക? സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ കുതിച്ചുവല്ലോ നാം ഭാഗ്യകരമായ ആരെങ്കിലും ഇടയ്ക്ക് ഇനി പോണേ, അത്യാവശ്യം പൊക്കോണേ. ഞാൻ പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോൾ പോകരുത്. അതുപോലെ നിർബന്ധം ചുമതലപ്പെട്ടവർ പൊക്കോ. അല്ലാത്ത ഇടയ്ക്ക് പോയാൽ അതൊരു സഹോദരി എവിടെ പോവാ? അവിടെ ഇരിക്കേ. എനിക്ക് നിർബന്ധമായ കാര്യമാണ്. സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കുക, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ കുതിച്ചുവല്ലോ നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തു. യേശു ക്രിസ്തു മഹാദൈവമാണ്, നിത്യദൈവമാണ്, ഏകദൈവമാണ്, സത്യദൈവമാണ്, ജീവനുള്ള ദൈവമാണ്. ഇന്ന് രാത്രി അവിടുന്ന് മാത്രമാ ദൈവം. ഇത് നമുക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് അനേക ഇടങ്ങളിൽ പോയി അനേക കാര്യങ്ങൾ നമ്മൾ ചെയ്തു. എവിടെല്ലാം പോയതൊന്നും ഇപ്പം വിവരിക്കുന്നില്ല. ചിലർ ഉരുണ്ടു, ചിലർ നിരങ്ങി, ചിലർ കമന്ന് കിടന്നു, ചിലർ എന്തെല്ലാം കാര്യം, ഓരോ സാധനങ്ങളെല്ലാം കൂടെ പെറുക്കി കെട്ടിക്കൊണ്ടുപോയി. യിരെമ്യാ പറയാ ഒരു ഗുണവും വന്നില്ലെന്ന്. പ്രവാചകൻ പറയാ ഇതെല്ലാം ചെയ്തിട്ടും സകല മുഖവും വിളറിയിരിക്കുന്നെന്ന്. എനിക്ക് നിങ്ങളുടെ ചിലരുടെ മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു, സകല മുഖവും. എന്നാൽ ഒരു കാര്യം പറയാം, യേശുവിനെ അറിയുവാൻ നമുക്ക് ഭാഗ്യമുണ്ടായി. ഒരുവൻ കാൽവറിയിൽ നമുക്ക് വേണ്ടി ജീവനെ തന്നു. ഒരുവൻ നമുക്ക് വേണ്ടി രക്തം ചിന്തി. ഒരുവൻ നമ്മെ വീണ്ടെടുത്തു. നമുക്ക് മനസ്സിലായി യേശു ക്രിസ്തു ഏകസത്യ ദൈവമാണെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അന്ന് ദൈവത്തെ അറിയത്തില്ലായിരുന്നു. അലാ പൗലോസ് വളരെ കൃത്യമായി പറയുക, എന്നാൽ അന്ന് നിങ്ങൾ നമ്മുടെ കാര്യമാ ദൈവത്തെ അറിയാതെ, അല്ല സത്യദൈവത്തെ അറിയാതെ അവൻ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ഈ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്ത ഒത്തിരി എണ്ണം ഉണ്ട്. ചുമ്മാ ഇരിക്കുന്നതിനെ എല്ലാം പിടിച്ച് അങ്ങ് ദൈവമാക്കുക. ഇപ്പൊ അന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം അങ്ങ് ദൈവം കളിക്കാം. പെണ്ണുങ്ങൾക്ക് ആ കാശ് കൂടുതൽ. അവർ ദൈവം കളിച്ചാലാ ഒക്കുന്നത്. നമ്മൾ ദൈവം കളിച്ചാന്ന് സ്തോത്രം പോലും പറയാൻ ഒക്കുന്നില്ല. പിന്നെ ഞാൻ ദൈവം കളിക്കുന്നു. സ്തോത്രം തന്നെ പറഞ്ഞ് പിന്നെ ദൈവം കളിച്ചാലും നോക്കുക ഒക്കെ അവരതിന് പരുവത്തിന് ദൈവം കളിക്കും. തള്ളയൊക്കെ കാശിട്ടം പോലെ അടിച്ച് മാറ്റുന്നുമുണ്ട്. അത് വേറെ വിഷയം പോട്ടെ. എന്നാൽ സ്വഭാവത്താൽ ഇവരാരും ദൈവം അല്ലെന്ന്. അതിനാ ഇന്നാള് പരസ്യം കണ്ടില്ലയോ, ദൈവത്തിന് ശ്വാസം മുട്ടലാണെന്ന്. പിന്നീട് കോവിഡും വന്നു ദൈവത്തിന്. അതുകൊണ്ട് ദൈവം ഇപ്പൊ ആരെയും ദർശിക്കുന്നില്ല. പിന്നീട് ചോദിച്ചു ദൈവം എന്തിയാ? ദൈവം ഐസിയുലായെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. പണ്ടൊരു ദൈവത്തെ പറ്റി പറഞ്ഞു, വെന്റിലേറ്റർ ഇല്ല, അതെടുത്താൽ ദൈവം മിക്കവാറും പോകാൻ. എവിടാന്നൊന്നും ചോദിക്കരുതേ. സ്തോത്രം. സ്വഭാവത്താൽ ഇവരാരും ദൈവം അല്ല. എടാ, ഒരുവൻ ദൈവം കളിച്ചാൽ അതിന് കുറച്ച് ക്വാളിറ്റി ഉണ്ട്. ഒന്ന്, ദൈവം കളിക്കാൻ സർവജ്ഞാനി ആയിരിക്കണം, സർവശക്തനായിരിക്കണം, സർവവ്യാപിയായിരിക്കണം, സർവത്തെയും നിർമ്മിച്ചവനായിരിക്കണം, സർവത്തെയും നിയന്ത്രിക്കുന്നവനായിരിക്കണം, സർവത്തിന്റെ മേലെ അധികാരമുള്ളവനായിരിക്കണം. അവിടുന്ന് ആ ദൈവം. ഞാൻ എപ്പോഴും ചൊല്ലാറുണ്ട്, സാറ് കൊടുത്ത പ്രയോഗമാ, സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ. ദൈവത്തെ പറ്റിയാ. അതിന് മാത്രമല്ല, ഇതിനും വേണം. സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ. ദൈവമാണ്. കാണുന്ന ലോകത്തിനല്ല കാരണഭൂതനായവൻ അവിടുന്നാണ്. ഹൈന്ദവ പുരാണം പഠിപ്പിക്കുന്ന ഈ 14 ലോകമുണ്ടെന്ന. മേളിലും താഴെയായിട്ട് അതലം വിതലം നിതലം സുതലം ഇങ്ങനെ മേളും കീഴിയായിട്ട് ഈ 14 ഉണ്ടെന്ന. 14 20 ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ഉടക്കം ഉണ്ടാക്കണ്ട. എത്രയുണ്ടേലും കൊള്ള സാറിന്റെ ഭാഷ്യമാ. സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ, സകല ദേവവൃന്ദവാന്തിതപദാംബുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ, ആഗമാകാരന്മാരിലാദിമൻ മോദതും സർവാഗമ പൊരുളാകും ഈ പരാശക്തിക്ക് ഏലൊന്നോര പ്രിയമം. അത്
തിയോളജിയന്മാർക്ക് ഞാൻ പറഞ്ഞ കാര്യം പിടികിട്ടും. ഏലൊന്നോര പ്രിയമാ സ്തോത്രം മനസ്സിലാകുന്നുണ്ടല്ലോ. ഏലൊന്നോര പ്രിയമാം നാമമോദിയത് മൂലവസ്തുവാം നാഥൻ ഉപദേശിച്ചിതല്ലോ. ഇലോകി ശബ്ദായി യുയലോകി അഡോണായി വിലോപമെന്നേ യാഗ്വേ യഹോവ യാഗെന്നല്ല മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമം ഈ ജനാൽ പ്രകടിതമെന്നേ വേണ്ടു. കൂടെ വിഗ്രഹനായിട്ടെങ്കിലും വർദ്ധിക്കലും കൂടസ്ഥൻ നിരാശകൻ ആത്മാവെന്നിവ രണ്ടും കാലാനുസാരം പ്രകടീകരിച്ചിടും. പുഷ്പകാലത്ത് കളകണ്ഠം കളകൂചിതം പോലെ അല്ലായെങ്കിൽ അതീശനെ മാനുഷരറിയെന്നാൽ ഇവൻ ആഘാതത്തിൽ തന്നല്ലോ. പ്രപഞ്ചത്തിന്റെ മൂലഗന്ധത്തെ കണ്ടെത്തുവാൻ പ്രപഞ്ചവാസികൾക്ക് കഴിവില്ല. ഇപ്പോഴും തപ്പി കിടക്കുക ഇതെങ്ങനെ ഉണ്ടായത്. ഇപ്പോഴും തപ്പി നടക്കുകയാണ് ഇതെങ്ങനെയാ ഉണ്ടാക്കിയത്. എടാ ഉണ്ടാക്കിയവൻ മുകളിലുണ്ടെന്ന്. ഉണ്ടാകട്ടെന്ന വാക്കിലല്ലയോ സകലത് ഉളവായത്. പ്രൈസ് ദി ലോർഡ്. പ്രപഞ്ചത്തിന്റെ മൂലഗന്ധത്തെ കണ്ടെത്തുവാൻ പ്രപഞ്ചവാദികൾക്ക് കഴിവില്ലായ മൂലം സ്വയമാം മഹത്വ ബോധനം നടത്തുവാൻ ഈ ഉലകങ്ങൾ ദൈവമയൽപ്പൂ നിജാത്മാനം കാശിന് കൊള്ളാതുള്ള കരത്തിൻ താടിയല്ലാൽ നാസിറായൊരു ശിംശോൻ 1000 ഫെലിസ്ത്യരെക്കാജനീ തന്നിൽ കിടന്ന് വീഴ്ത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഈയനെ നിനക്കെന്നാൽ ദുശകമെന്തെന്നുള്ളൂ. സപ്തവർണ്ണങ്ങളുടെ മിശ്രണമായുള്ളൊരു തപ്തതപ്തിയും കിരണങ്ങളാൽ കാർമേഘവും ചിത്രവർണ്ണോജ്വലമാൻ ശാപമായി തീരുമെങ്കിൽ ഉത്തമാ നിൻ ദീപ്തിയാൽ എൻ ബുദ്ധി ശോഭിക്കില്ലേ. മോശകിൻ നാവിനെ നീ പ്രവർത്തിച്ചമമാക്കി സ്വേഷയം കഴുതയെ കൊണ്ട് നീ പറയിച്ചു. ദാശരെ പ്രഭാഷണ പടുക്കളാക്കി തീർത്തു. മോശയുടെ നാവിനെ പ്രവർത്തിക്ഷമമാക്കി. വിക്കുവൊക്കെ ആയിരുന്നു ജനിച്ചപ്പോഴല്ല. നാളെ ഒരാൾ പറഞ്ഞ് കല്യാണം കഴിഞ്ഞ പിന്നെ ആയിരുന്നെന്ന. ഏതാണ്ട് ശരിയാകാനാ സാധ്യത. ആയിക്കോട്ടെ. അല്ലേ നമ്മൾ പറഞ്ഞ അയ്യോ ബേച്ചനെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ എല്ലാവരോടും വർത്താനം പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം സഭായത്തിന് താമസിച്ചേ വരുവുള്ളൂ. ആശീർവാദത്തിന് മുന്നേ പോവുകയും ചെയ്യും. മിണ്ടുന്ന ഒന്നുമില്ല. ബേച്ചൻ്റെ കാര്യം എല്ലാവരും അല്ലേ. അപ്പൊ പുള്ളി അങ്ങനെ വിക്കായെന്ന. ആയിക്കോട്ടെ. ആ വിക്കുള്ള മോശയെ പ്രവർത്തിക്ഷമമാക്കി നാവിനെ. മോശയിൻ നാവിനെ നീ പ്രവർത്തിക്ഷമമാക്കി സ്വാശയം കഴുതയെ കൊണ്ട് നീ പറയിച്ചു. കുരിയാട കഴുത അന്നേരം നില ക്ലിയർ ആയിട്ടല്ലേ പറഞ്ഞേ. സ്വാശയം കഴുതയെ കൊണ്ട് നീ പറയിച്ചു. ദാശരെ പ്രഭാഷണ പടുകളായി. ദാശർ എന്ന വാക്കിന്റെ അർത്ഥം ധീവരര് മുക്കുവർ. അതാ ദാശർ. ഷായാന്ന് സായല്ല. ദാശർ മുക്കുവർ ധീവരര്. ദാശരെ പ്രഭാഷണ പടുക്കളാക്കി തീർത്തു. അയ്യോ മീൻ പിടിച്ച് നടന്നവന്റെ മേലൊക്കെ അഭിഷേകം അങ്ങോട്ട് വ്യാപരിച്ചു. ദൈവകൃപ ചൊരിഞ്ഞപ്പോൾ ഒറ്റ പ്രസംഗം 3000 അകത്ത് കയറി. നടന്നു പോയാൽ നെടൽ തട്ടി അന്നേരം രോഗി സൗഖ്യമാണ്. നമ്മൾ ഉരുട്ടിക്കുട്ടി പിടിച്ചാൽ പോലും ഒരിടം സൗഖ്യമാകുകയല്ല. നേടലടിച്ചാൽ സൗഖ്യമാണെന്ന്. ദാശരെ പ്രഭാഷണ പടുക്കളാക്കി തീർത്തു. മോശമായി ഒന്നുമില്ല നിന്നുടെ കരം ചേർന്നാൽ. നമസ്തേ ദേവദേവ നമസ്തേ വിശ്വവന്ധ്യ നമസ്തേ ദേവദേവ നദജന പാലന പാരായണ. ചൊല്ലാൻ നേരമില്ല. ഇത് ഞാൻ എഴുതിയതല്ല, സൈമൺ സാറിന്റെ വരികളാണ്. അപ്പോൾ ഇതാ ദൈവം. സകലത്തെയും നിർമ്മിച്ചവൻ, സകലത്തെയും പടച്ചവൻ, സകലത്തെയും ചമച്ചവൻ. അവിടെ അനാദിയായി ശാശ്വതമായി നമ്മുടെ ദൈവമാ. 90 സങ്കീർത്തനം മനപ്പാടമല്ലേ. കർത്താവ് നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയായി ഭൂമണ്ഡലത്തെ നിർമ്മിച്ചതിന് മുമ്പ് നീ അനാദിയായി ശാശ്വതമായി നമ്മുടെ ദൈവമാ. ഈ ആയുസ് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം സത്യദൈവമായ നിത്യദൈവമായ ഏകദൈവമായ യേശുവിനെ അറിയുവാനും ആരാധിക്കുവാനും. എന്റെ സഹപടന്മാരോട് പറയട്ടെ, ആ കർത്താവിനെ ശുശ്രൂഷിപ്പാൻ ഇടയായതാ ഏറ്റവും വലിയ ഭാഗ്യം. ഇതിനപ്പുറം ഒരു ഭാഗ്യമൊന്നുമില്ല. ഞാൻ ഓരോ ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ എപ്പോഴും പറയും, എൻ്റെ ഉള്ളം തുടിക്കാനുള്ളതിൻ്റെ ഒരു കാരണം പറയാം. എന്നേക്കാൾ കഴിവുള്ള ജ്ഞാനസമ്പൂർണ്ണനും സൗന്ദര്യസമ്പൂർണ്ണനും കരുത്തും ബലവും അവൻ കഴിവും മിടുക്കും അവൻ വൈഡൂര്യം മാണിക്കും നഗവരണീയും ഉക്ഷരാഗി എന്ന് വേണ്ട ഈ രക്തങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ശക്തിയുള്ള ബലമുള്ള ജ്ഞാനമുള്ള അറിവുള്ള സൗന്ദര്യമുള്ള ദൂതന്മാർ ഈ ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹിച്ചു. ദൈവം അനുവദിച്ചില്ല. അവൻ ജ്ഞാനമില്ലാത്ത കഴിവില്ലാത്ത ബലമില്ലാത്ത കൃപ, അവൻ യാതൊരു കഴിവില്ലാത്ത ക്വാളിറ്റി ഇല്ലാത്ത സൗന്ദര്യമില്ലാത്ത പോഷനാകുന്ന
ആയിരിക്കുന്ന എന്നെ ഈ മഹത്വമുള്ള ശുശ്രൂഷയ്ക്കായി ദൈവം നിർത്തിയതോർത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുക. നിങ്ങൾക്കും അങ്ങനെ തന്നെ പറയാ. ഈ ശുശ്രൂഷയ്ക്ക് ദൈവം നമ്മെ ആക്കി, ദൈവം നമ്മെ തെരഞ്ഞെടുത്തി. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആയതല്ല, ദൈവം നമ്മെ ആക്കിയതാ. ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം പറ. കയ്യും കെട്ടി വായും കൂട്ടിയിരിക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്ത്. സ്തോത്രം. ഞാൻ കൗൺസിലാ, സെന്ററാ, അവൻ പ്രസിഡന്റാ, നല്ല വിഷയം. ദൈവത്തെ മഹത്വപ്പെടുത്ത്. അവൻ ഞാൻ കാശുള്ളവനാ, മിടുക്കനാ, സൗദ, അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. സകലരും ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഈ മഹത്വമുള്ള ശുശ്രൂഷയ്ക്ക് ദൈവം നമ്മെ ആക്കി തീർത്തല്ലോ. ഓർത്തോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. അവിടുന്ന് സർവജ്ഞനായ ദൈവം, സർവശക്തനായ ദൈവം, ആ ദൈവത്തെ ഭജിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. അപ്പൊ ആട്ടെ, ഓടിച്ചു പോകാ. ഈ കാലേശ് എന്ന വാക്കിനേർത്ത് യഹോവയ്ക്ക് വിശുദ്ധം. അങ്ങനെയുള്ള ഈ കാദേശം നടുങ്ങി. എന്തുവാ ഈ കാദേശം നടുങ്ങാൻ കാരണം? ഒന്ന് രണ്ട് കാര്യങ്ങൾ കമ്പിവാചകം പോലെ നമുക്ക് ചിന്തിക്കാം. ഈ കാദേശം എന്ന് പഠിക്കുമ്പോൾ കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത് കടന്ന സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു കാദേശ്. ഒരു വാക്യം വായിച്ച ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-14. ഇപ്പോൾ എഴുന്നേറ്റ് സേരേത് തോട് കടപ്പിൻ എന്ന് കൽപ്പിച്ചതുപോലെ നാം സേരേത് തോട് കടന്നു. നാം കാദേശ് ബർന്നയിൽ നിന്ന് വായിക്കുമ്പോ സമയം പോകും. ഞാൻ ഓടിച്ചങ്ങ് പറയാം. ഇപ്പോൾ എഴുന്നേറ്റ് സേരേത് തോട് കടപ്പൻ എന്ന് കൽപ്പിച്ചതുപോലെ നാം സേരേത് തോട് കടന്നിരിക്കുന്നു. നാം കാദേശ് ബർന്നയിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ സേരേത് തോട് കടക്കുമ്പോൾ 38 സംവത്സരം. അതിനിടയിൽ യോദ്ധാക്കളാകുന്ന തലമുറയൊക്കെയും യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ പാളയത്തിൽ നിന്ന് മുടിഞ്ഞു പോയെന്ന് അവിടുത്തെ പദം പറയാതിരിക്കാനൊക്കത്തില്ല. അടുത്ത പദം പിന്നെയുണ്ട്, അവർ മുടിഞ്ഞു തീരുന്നത് വരെ. അപ്പോൾ ഓടിച്ചു പറഞ്ഞാൽ കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത് കിടന്ന സ്ഥലം ആ കാദേശ്. കനാൻ എന്ന് പറഞ്ഞാൽ ഉലകത്തിലെല്ലോ നല്ല സ്ഥലമാണ്. ഏതൻ തോട്ടം കഴിഞ്ഞാൽ നമ്പർ 1 സ്ഥലം കനാനാ. 4 അതിരുകളാ. കിഴക്ക് ബാശാൻ പർവ്വതം, വടക്ക് ലെബനോൻ പർവ്വതം, തെക്ക് മിസ്രയീം തോട്, പടിഞ്ഞാറ് കടലും മലയും കൂടാ. ഇതിന് പല പേരുകളുണ്ട്. കനാൻ നാട്, വിശുദ്ധ നാട്, എബ്രായരുടെ ദേശം, വാഗ്ദത്ത നാട് എന്ന് മനോഹര ദേശം, പല പേരുകളാണ്. കനാൻ നാടെന്ന് പേര് വരാൻ കാര്യം കനാന്റെ സന്തതികൾ ഈ ദേശത്ത് വന്ന് കുടിയേറി. അതുകൊണ്ടാണ് കനാന് 11 മക്കളുണ്ടായിരുന്നെന്ന. ആ 11 കൂടെ വന്ന് കുടിയേറിയത് കൊണ്ട് ഈ ദേശം പിന്നെ പിൽക്കാലത്ത് കനാൻ ദേശം എന്നറിയപ്പെട്ടു. നോഹയുടെ മക്കളാന്ന്, കൊച്ചുമക്കളാന്നല്ലോ കനാന്യരും ഫെലിസ്തീനും എല്ലാം നോഹയുടെ കൊച്ചുമക്കളാണ്. നോഹയ്ക്ക് 3 മക്കൾ നമുക്കറിയാം. ഷേമ്, ഹാമ്, യാബത്ത്. അതിൽ ഷേമിന്റെ വംശത്തിൽപ്പെട്ടതാണ് അബ്രഹാം. ഹാമിന്റെ വംശത്തിൽപ്പെട്ടതാണ് കനാന്യരും ഫെലിസ്തീനും. വായിക്കാമെങ്കിൽ സ്പീഡ് വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 10:1, 10:6, 10:13, 14, 15, 11, 11, 10, 12, 14, 16, 18, 20, 22, 24, 26, 27. ആദ്യം 10:1 വായിക്കും. ചടിയാടാന്ന് വായിക്കും. അക്കാലത്ത് യഹോവ എന്നോട് എന്നാ വായിക്കുന്നത്? ഉൽപ്പത്തി 10:1 വായിക്കാൻ പറഞ്ഞു. യോശുവ ആയിരിക്കും വായിക്കുന്നത്. നോഹയുടെ പുത്രന്മാരായ ശേം, ഹാം, യാഫേത്ത് എന്നവരുടെ യാബത്തും. അതിലെ ഷേമിന്റെ വംശത്തിൽപ്പെട്ടതാണ് അബ്രഹാം. 11ന്റെ 10 വലത്ത് വശത്ത് മേളിൽ 11:10. ഷേമിന്റെ വംശപാരമ്പര്യമാണ്. ഷേമിന് 100 വയസ്സായപ്പോൾ ജലപ്രളയത്തിന് പിമ്പ് 2 സംവത്സരം കഴിഞ്ഞപ്പോൾ അർപ്പക്ഷാദിന് ജനിപ്പിച്ചു. 12-ാം വാക്യം. അർപ്പക്ഷാദിന് 35 വയസ്സായപ്പോൾ ശാലേഖിനെ ജനിപ്പിച്ചു. 14-ാം വാക്യം. ശാലേഖിന് 30 വയസ്സായപ്പോൾ ഏബേരിനെ ജനിപ്പിച്ചു. 16-ാം വാക്യം. ഏബേരിന് 34 വയസ്സായപ്പോൾ പെലേഗിനെ ജനിപ്പിച്ചു. 18-ാം വാക്യം. പെലേഗിന് 30 വയസ്സായപ്പോൾ രയൂവിനെ ജനിപ്പിച്ചു. 20-ാം വാക്യം. രയൂവിന് 32 വയസ്സായപ്പോൾ ഷെറൂഗിനെ ജനിപ്പിച്ചു. 22-ാം വാക്യം. ഷെറൂഗിന് 30 വയസ്സായപ്പോൾ നാഗോറിനെ ജനിപ്പിച്ചു. 24-ാം വാക്യം. നാഗോറിന് 29 വയസ്സായപ്പോൾ തേറകിനെ ജനിപ്പിച്ചു. 26-ാം വാക്യം. തേറകിന് 70 വയസ്സായപ്പോൾ അവൻ അബ്രാം, നാഗോർ, ഹാരാൻ 3 പേരെ ജനിപ്പിച്ചു. 27-ാം വാക്യം. തേറകിന്റെ വംശപാരമ്പര്യമാവിത്. തേരകന്റെ വംശപാരമ്പര്യമാവിത്. തേരക അബ്രാമിനെയും നാഗോറിനെയും ഹാരാനും ജനിപ്പിച്ചു. ഹാരാൻ ലോത്തിനെ ജനിപ്പിച്ചു. എന്നാൽ ഹാരാൻ തന്റെ ജന്മദേശത്തെ കലിതയുടെ പട്ടണമായി ഊരുവെച്ചതിന്റെ അപ്പനാകുന്ന തേരകന് പിന്നെ മരിച്ചുപോയി. അബ്രാമിൻ നാഗോറും ഭാര്യമാരെ എടുത്തു. അബ്രാമിന്റെ ഭാര്യയ്ക്ക് സാറായി എന്നും നാഗോറിന്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്നും പേര്. ഹാരാന്റെ പുത്രിയായിരുന്നു. സാറാ മച്ചിയായിരുന്നു. തലമുറ ഉണ്ടായിരുന്നില്ല. തേരക തന്റെ മകനാകുന്ന അബ്രഹാമിനെയും തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായി അബ്രഹാമിന്റെ ഭാര്യയായി മരുമകളാകുന്ന സാറായി കൂട്ടിക്കൊണ്ട് കൽദരുടെ ഒരു പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് യാത്രയാകാൻ പുറപ്പെട്ടു. അങ്ങനെ അവർ ഹാരാൻ വരെ വന്നവിടെ പാർത്തു. തേരകന്റെ ആയുഷ്കാലം 205 സംവത്സരം. നേരമില്ലാത്തതുകൊണ്ടാ. ഇനി അടുത്തത് ഹാമിന്റെ 4 പിള്ളേര്. 10:6. ഉൽപ്പത്തി 10:6. ഹാമിന്റെ പുത്രന്മാർ മിസ്രയീം, പൂത്ത്, കനാൻ 4 പേര്. അത് രണ്ടാമത്തവൻ മിസ്രയീം. അവൻ 6 പിള്ളേര്. 13-ാം മിസ്രയീമോ 13
മിസ്രയീമോ, ലൂദി, പത്ലൂസിയും കത്ലൂസിയും 6. ഇനി 15-ാം വാക്യം കനാന്റെ പിള്ളേര് 11. അടുത്ത വാക്യം വായിച്ചേ. കനാൻ തന്റെ ആദിജാതനായ സീദോൻ, ഹേത്ത്, യെബൂസ്, അപ്പൊ ശ്രദ്ധിച്ചേ, നേരമില്ല. അപ്പോൾ ഇതാണ് കനാന്യ ചരിത്രം. ഇവര് കനാൻ ദേശം എന്ന് കൈയടക്കി ഇവരുടെ പേരിനാൽ ഈ ദേശം അറിയപ്പെട്ടു. ശ്രദ്ധിക്കുക, സുന്ദര സുരബലമായ നല്ല ദേശമായിരുന്നു കനാൻ ദേശം. കനാന്റെ പ്രത്യേകത ഒത്തിരി ഉണ്ട്, എല്ലാം വിസ്തരിക്കാൻ നേരമില്ല. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യവും ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിന്റെ 10, 11, 12, 106-ാം സങ്കീർത്തനത്തിന്റെ 23-ാം വാക്യവും ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7 മുതൽ താഴോട്ടമൊക്കെ പഠിക്കുമ്പോൾ സുന്ദര സുരബലമായ ദേശം എല്ലാം പറയുന്നില്ല. ആവർത്തന 8-ന്റെ 7 മുതൽ വായിച്ചേ. ആവർത്തന 8:7. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവകളും തടാകങ്ങളുമുള്ള ദേശം, ഗോതമ്പ്, യവവും മുന്തിരി അത്തിയുമുള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായിട്ട് ഉപജീവനം കഴിക്കാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ല് ഇരുമ്പായിരിക്കുന്നതും മലയിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം. പിന്നെ നീ പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ തന്നിരിക്കുന്ന നല്ല ദേശത്തെ കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. 50 വർഷം ഈ സഭയെ ഈ സെന്ററിനെ ദൈവം നടത്തി, സ്തോത്രം ചെയ്യണം. 77 വയസ്സ് ദൈവം നടത്തി, സ്തോത്രം ചെയ്തല്ലോ. വീണ്ടും വീണ്ടും സ്തോത്രം ചെയ്യണം. നമ്മേക്കാൾ മിടുക്കന്മാർ മാറ്റപ്പെട്ടപ്പോൾ ഇന്ന് രാത്രിയും ഇവിടെ വരുവാനും ഇരിക്കുവാൻ ഇടയാക്കുന്നതിന് സ്തോത്രം ചെയ്യണം. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്തെ കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. ചിലയിടങ്ങളിൽ ചെന്നാൽ സ്തോത്രം ചെയ്യല്, ദൈവത്തെ ആരാധിക്കല്. ഈ പ്രായമുള്ളവര്, ക്ഷീണിതരും രോഗികളുമുണ്ട്. അവരുടെ കാര്യമല്ല പറയുന്നത്. അവർക്ക് മറ്റുള്ളവരെ പോലെ ഒക്കത്തിൽ അവരെ ഞാൻ ഒഴിച്ചു നിർത്തുക. എന്നാൽ ചിലയിടങ്ങളിൽ ചെന്നാൽ ആളുകൾ ഇങ്ങനെ ഇരിക്കുക. ഞാൻ സെന്ററാണ്, പ്രസിഡന്റാണ്, കൗൺസിലാണ്, ഞാൻ ജനറലാണ്, ഞാൻ വൈസ്രോയ, ഞാൻ മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ പനിയന, ഞാൻ സെക്രട്ടറിയാണ്, ഞാൻ ഖജാൻജി, എന്തോ കുന്തം. എടാ, ദൈവത്തെ ആരാധിക്കേ. ദൈവം നിനക്ക് ആയുസ് തന്നില്ലേ? ദൈവം നിനക്ക് ആരോഗ്യം തന്നില്ലേ? ദൈവം നിനക്ക് ബലം തന്നില്ലേ? ഇന്ന് രാത്രി നിങ്ങൾ എന്തുവാ പറയുന്നത്? ദൈവത്തെ സ്തുതിക്കേ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ദൈവം നിന്നെ പുലർത്തി നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെ കുറിച്ച് നീ അവന് സ്തോത്രം പറ. സ്തോത്രം ചെയ്വി. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവൻ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവത്തിന് സ്തോത്രം ചെയ്വി. അവൻ നല്ലവനല്ലോ, ദയ എന്നേക്കുമുള്ളത്. ഓ, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. എനിക്ക് ഒരു 1.5 മണിക്കൂടെ പ്രസംഗിച്ച കൊള്ളാന്നുണ്ട് പറയത്തില്ലേ. അച്ചാൻ എന്നോട് സമയം പറഞ്ഞിട്ടുണ്ട്, കൃത്യസമയത്ത് യോഗം നിർത്തും. ഞാൻ നിർത്തുമ്പോൾ ഓർത്തോണം, അത് അച്ചാൻ എന്നോട് പറഞ്ഞ സമയമാണ്. അപ്പൊ ശ്രദ്ധിക്കുക, നല്ല ദേശത്തേക്കാണ് ദൈവം നിന്നെ കൊണ്ടുവന്നത്. നല്ല ദേശം. ഈ ദേശത്തിന്റെ വിശേഷ ഫലങ്ങളാ: കോതമ്പ്, യവം, മുന്തിരി, അത്തി, മാതളം, ഒലിവ്, തേൻ. ഒന്നുകൊന്ന് മെച്ചം. എത്രയുണ്ടെന്ന് എണ്ണിയായിരുന്നോ മോൻസിപ്പാസേ? വായിച്ചെന്നല്ലാതെ എണ്ണിയില്ല. 7 എണ്ണിക്കോ. കോതമ്പ്, വായിക്കാൻ ആവർത്തന 8-ന്റെ 7 മുതലല്ലേ വായിച്ചത്? നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവകളും തടാകങ്ങളുമുള്ള ദേശം, കോതമ്പും യവവും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരകവും ഉള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം. 7 കോതമ്പ്, യവം, മുന്തിരി, അത്തി, മാതള, ഒലിവ്, തേൻ. 7 കനാൻ നാട്ടിൽ. 7 മിസ്രൈമിലോ? 6. പുന്നൂച്ചാൻ അവിടെ ഇരുന്ന് പറഞ്ഞ് ഞാൻ കണ്ടു പറയുന്നത് 6. വർഷങ്ങളായിട്ടുള്ള അടുപ്പമാണ്. കാർത്തിപ്പള്ളി സഭ ഇരിക്കുമ്പോൾ ഒത്തിരി അടുപ്പമാണ്. മിസ്രൈമിൽ 6. വായിച്ചേ. സംഖ്യ 11:4. പെട്ടെന്ന് സംഖ്യ 11:4. മിസ്രൈമിൽ 6, കനാനിൽ 7. സംഖ്യ 11:4. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്രജാതി മുഴുവൻ ദുരാഗ്രഹായി ഇസ്രായേൽ മക്കൾ വീണ്ടും കരഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് തിന്മേൻ ഇറച്ചി ആര് തരും? ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുമന്നുള്ളി, ചിറ്റുള്ളി. 6. അപ്പൊ കനാനിൽ 7, മിസ്രൈമിൽ 6. അതൊന്നും വിവരിക്കുന്നില്ല. അപ്പൊ ഈ 7 7 വസ്തുതകളാ. ഒന്നുകൊന്നുക്ക് മെച്ചം. കോതമ്പ്, നല്ല കോതമ്പ് കനാനില. നമുക്ക് കിട്ടുന്നതെല്ലാം പിശിട. അതിലെ ചപ്പാത്തി ഉണ്ടാക്കി വെച്ച് ജെല്ലെ പിടിച്ചു വേണം കടിക്കാൻ.
ഇരുന്നോണ്ട് കടിച്ചാലൊന്നും ചപ്പാത്തി ഏക്കുകയല്ല. താമസിച്ച് എന്നാൽ ചപ്പാത്തി ചോദിക്കും, തങ്കച്ചൻ എന്നാ താമസിച്ച് വന്നാന്ന് ചപ്പാത്തി നമ്മളോട് ചോദിക്കും. എവിടെയെങ്കിലും മുറുക്കമുള്ളിടത്ത് പിടിച്ചേച്ച് വേണം ചപ്പാത്തിയെ കടിക്കാൻ. അതല്ലേ പ്രായമുള്ളവർക്ക് നിങ്ങൾ ചപ്പാത്തി കൊടുത്തേ ആദ്യം അതുങ്ങൾ പിച്ച് കീറിയിടുന്ന കാണാം. എന്നുവെച്ച് പറയും സൂസമ്മ ഇച്ചിരി കൂടുതൽ ഒഴിച്ചോ. ഒഴിച്ചാലും ഉടനെ എടുക്കുകയല്ല, കുറച്ച് നേരം നോക്കിയിരിക്കുന്നത് കുതിരാൻ. നല്ല ചപ്പാത്തിയല്ല, നല്ല ഗോതമ്പല്ല. എന്നാൽ കനാനിൽ നല്ല ഗോതമ്പാ. ഇത് കഴിക്കുന്നവനെ കണ്ടാലറിയാം. എന്താ ഇതിന്റെ പാഠം? ആത്മിക ജീവിതത്തിൽ വന്ന് നീ ദൈവഭക്തിയോടെ, ദൈവവചനത്തോടെ, കൃപയോടെ വചനം ധ്യാനിച്ചങ്ങോട്ട് ധ്യാനിച്ചാൽ നിന്നെ കണ്ടാലറിയാം. നീ യോഗത്തിന് വന്നാലറിയാം. നിന്റെ മോന്ത കാണുമ്പോൾ അറിയാം നീ കഴിച്ചത് എന്നതാന്ന്. നിന്റെ കയ്യടി കാണുമ്പോൾ അറിയാം ഇത് കഴിച്ചത് എന്നതാന്ന്. എടാ, പുറപ്പാട് പുസ്തകത്തിൽ കുഞ്ഞാടിനെ എങ്ങനെ ഭക്ഷിക്കണമെന്നും എങ്ങനെ ഭക്ഷിക്കരുതെന്നും പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എങ്ങനെ ഭക്ഷിക്കണം, എങ്ങനെ ഭക്ഷിക്കരുത്, എങ്ങനെ ഭക്ഷിക്കണം കുഞ്ഞമ്മാമേ? അമ്മാമ്മ ഇവിടെ വന്നത് തന്നെ എങ്ങനെ ഭക്ഷിക്കണം? തിടുക്കത്തോടെ, പിന്നെ അരകട്ടണം, പിന്നെ ചെരുപ്പിടണം, പിന്നെ വാടി പിടിക്കണം, പിന്നെ കയ്പ് ചീര, പിന്നെ ഇത്രയും ഒപ്പിച്ച് തന്നല്ലോ, വലിയ കാര്യം. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ എങ്ങനെ തിന്നണം, എങ്ങനെ തിന്നരുത്, ദൈവദാസനെ അനുഗ്രഹിക്കട്ടെ. വായിച്ചേ പുറപ്പാട് 12:7. എങ്ങനെ തിന്നണം, എങ്ങനെ തിന്നരുതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. പുറപ്പാട് 12:7. അതിന്റെ രക്തം കുറെ എടുത്ത് തങ്ങൾ തിന്നുന്ന വീടിന്റെ കട്ടളക്കാർ രണ്ടിലും കുറുമടിപ്പിൽ പുരട്ടണം. അന്ന് രാത്രി തന്നെ തീയിൽ ചുട്ടതായ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നണം. കയ്പ് ചീരയോടുകൂടി അതിനെ തിന്നണം. തലയും കാലും അന്തർഭാഗങ്ങളുമായി തീയിൽ ചുട്ടിട്ടല്ലാതെ പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴുങ്ങിയോ തിന്നരുത്. ഞാനങ്ങ് വായിക്കാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ സമയമില്ലാത്തതുകൊണ്ടാണ്. വേണമെങ്കിൽ അവിടുത്തെ യോഗം മുടക്കരുതേ. എന്നെ കൊണ്ട് വായിപ്പിക്കാൻ ഇയാൾ വരണ്ടെന്ന് പറയരുത്. ഞാൻ വന്നാലേ ശരിയാവുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, എങ്ങനെ തിന്നണം, എങ്ങനെ തിന്നരുത്. ഒറ്റ വാക്ക് പറയാൻ, ചുട്ട് തിന്നണം. എങ്ങനെ തിന്നരുത്? പച്ചയ്ക്കും തിന്നരുത്, പുഴുങ്ങിയും തിന്നരുത്. ഈ വചനം തിന്നേണ്ടതുപോലെ തിന്നാൽ, ഇത് ഭക്ഷിക്കേണ്ടതുപോലെ ഭക്ഷിച്ചാൽ നിനക്ക് വിടുതല. ഇത് അതിവേഗത്തിലോടുന്ന തിരുവചനമാണ്. ഞാൻ അധികം വിവരിക്കുന്നില്ല. ഇപ്പോഴേ ഈ ചുട്ടൊന്നും അല്ല തിന്നുന്നത്. ചുട്ട് തിന്നുന്ന ബുദ്ധിമുട്ടാ കേട്ടോ. മാംസം വാർന്നെടുക്കണം, രക്തമെല്ലാം കളയണം. രക്തത്തോടു കൂടി മാംസം തിന്നരുതെന്നാ. അത് വാർന്ന് രക്തമെല്ലാം കഴുകി വൃത്തിയാക്കി കെട്ടി തൂക്കി ഇടുകയോ അല്ലെ ചാരി വെക്കുകയോ തത്തുല്യമായ നിലയിൽ വെച്ചതിന് ശേഷം കനല് കൂട്ടി, പൂവത്തും കനലാണ് നല്ലത്, അവിടെ ഇരുന്ന് ഊതി അത് കത്തിച്ച് പരുവത്തിനാക്കി മാംസം എടുത്ത് അതിനകത്ത് വെച്ച് ചൂടണം. ഇട്ടേ ചോടാനൊക്കത്തില്ല. ഇപ്പോഴത്തെ ഞാൻ സഹിതം പല ഉപദേശിമാർ ഇട്ടേ ചോടുകല്ലേ. പ്രാർത്ഥിച്ചു തുടങ്ങിയ ചുടനെ പിന്നെ മൊബൈലില്ല. സ്റ്റേജിൽ ഇരിക്കുമ്പോഴും മൊബൈലിൽ, പിന്നെ യോഗത്തിനാണ്, പിന്നെ നാടകത്തിലിരിക്കുകയാണ്. ആരാധനയ്ക്ക് കയറുമ്പോൾ അതുപോലെ അത്യാവശ്യം ചുമതലപ്പെട്ടവരൊന്ന് നോക്കിയാൽ എതിർക്കുന്നില്ല. ചുമതലപ്പെട്ടവർക്ക് ചിലപ്പോൾ ഒരാൾ വരാൻ താമസിച്ചു, അത്യാവശ്യം, അത് ന്യായമല്ലേ? വരുന്നവനെല്ലാം പന്നി ഇരുന്ന് മാന്തും പോലെ മാന്തുക. നീ ആരാധനയ്ക്ക് വരുന്ന 2 മണിക്കൂർ, ആ 3 മണിക്കൂർ നീ ഇന്ത്യൻ പ്രസിഡന്റ് ഒന്നും അല്ലല്ലോ. ആ മൊബൈൽ മാറ്റി വെച്ചേച്ച് നീ ദൈവത്തെ മഹത്വപ്പെടുത്തേ. അത് സ്റ്റേജിലിരുന്ന് മൊബൈൽ തോണ്ടി എഴുന്നേക്കുമ്പോഴൊന്നും നിന്നെ അടിച്ചില്ല ദൈവം ഇളക്കും. നീ ദൈവത്തെ ഭയപ്പെട്. വേറെ 21 മണിക്കൂർ വേറെ ഉണ്ടല്ലോ തോണ്ടാലും മാന്താനും. ഈ 3 മണിക്കൂർ ദൈവസന്നിധിയിൽ ഇരുന്ന് നീ ദൈവത്തെ ഭയപ്പെട്, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തിന് മഹത്വം. ദൈവത്തിന് നിങ്ങൾ ഇണങ്ങിയാലും കൊള്ളാം, പിണങ്ങി. ഞാനാന്ന് ഇപ്പം എടമ്മല നോക്കാറാണ് നിൽക്കുന്നത്. ഇനി എനിക്ക് എന്നാ നോക്കാനാ? സ്തോത്രം. പണ്ടൊരു തെങ്ങേനും നിന്ന് തല പോയപ്പം പെമ്പള വന്ന് പറഞ്ഞു, എൻ്റെ ദൈവമേ ഇതിലും വലുത് ഏതാണ്ട് വരണ്ട, ഇനി ഇതിലെല്ലാം തലയാ പറയാ. എനിക്കിനി എൻ്റെ യേശുദാസെ ഒന്ന് അടിച്ച് ഞാൻ ശരിയാക്കും. നീ ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. അവൻ 2 മണിക്കൂർ 3 മണിക്കൂർ ഇരിക്കുമ്പോൾ ബാക്കി ബിസിനസ് മാറ്റുന്നേ. പാട്ടുകാരോടും കൂടെ നിങ്ങൾ, ഞാൻ എന്നെയും കൂടെ ഉപദേശിമാര് ശുശ്രൂഷയാ ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷയാ. അതിനിടയ്ക്ക് നീ ഇതിനകത്തിരുന്ന് മെസ്സേജ് വിടുക, കുന്തം വിട്ടാ നിന്റെ ഓടാലി അടിച്ചു ദൈവം. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി. ദൈവത്തെ ഭയപ്പെടുക, നീ ദൈവത്തെ ആരാധിക്കുക, ആ യഹോവയെ ഭയപ്പെടുക, ആ രാജാവിനെ ആരാധിക്കുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക. കൃപയിലേക്ക് ദൈവം തന്നെ കൊണ്ടുവന്നു. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നല്ല സ്ഥലത്തേക്കാ ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. ഗോതമ്പ് യവം വിസ്തരിക്കാൻ നേരമില്ല. ഗോതമ്പ് യവം മുന്തിരി. മുന്തിരി നല്ലതല്ലയോ? അതല്ല ഉത്തമഗീതത്തിൽ മുന്തിരിയുടെ നൽകി എന്നെ ശക്തീകരിക്കണം, നാരങ്ങ തന്നെ തണുപ്പിക്കണം. ഇത് നിന്നെ ശക്തീകരിക്കുന്നതാ. മാത്രമല്ല അത്തി രോഗശാന്തി തരുന്നതാ. അത്തിപ്പടക്കറ്റ കൊണ്ട് പരിമന്നെ പുരട്ടിയപ്പോ പുള്ളി ഇടയെന്നങ്ങ് എഴുന്നേറ്റു.
തത്തുല്യമായൊരു സംഭവം ഉണ്ട്, അതുകൂടെ പറഞ്ഞ് അങ്ങ് നിർത്താം. അതേ നോക്കൂ, ദാവീദ് ശത്രുക്കളുമായുള്ള യുദ്ധത്തിന് പോയപ്പോൾ ദാവീദിന്റെ പട്ടണമെല്ലാം കയറി അമാലിക്കര് തീയിട്ട് ചുട്ടു. ദാവീദ് തിരിച്ചു വന്നപ്പോൾ പട്ടണമെല്ലാം ചുട്ട് ഭാര്യമാരെയും പിടിച്ചുകൊണ്ട് പോയി, പിള്ളേരും പീഡിപ്പിക്കപ്പെട്ടു. ദാവീദ് ബലമില്ല ആളാകുവോളം കരഞ്ഞു. ജനമെല്ലാം കൂടെ പറഞ്ഞ് കല്ലെറിഞ്ഞു വന്നേക്കാൻ. അതങ്ങനെ ആണല്ലോ, ക്ഷീണമാണെന്ന് കണ്ട അന്നേരം ഏറ് വരും. പിന്നെ അന്നേരം ഏറി ചുമ്മാ പോകുന്നതിനും കയറി ഒരു ഏറെറിഞ്ഞു പോകും, എറിഞ്ഞേക്കാൻ പറഞ്ഞു. പക്ഷെ ദാവീദിന്റെ വിശേഷം, ദാവീദോ ദൈവത്തിൽ ബലപ്പെട്ടു. നിന്നെ അവിടെ നിന്ന് ഇവിടെ നോക്കി എറിയുമ്പോൾ നീ തിരിച്ചറിയാൻ പോകരുത്, മറുപടി പറയാൻ പോകരുത്, കേസ് കൊടുക്കാൻ പോകരുത്, വക്കീലിന് കാശ് കൊടുക്കരുത്, സ്വോത്രകാഴ്ച പാത്രത്തിലെ കാശെടുത്ത് വക്കീൽ കുഞ്ഞുഞ്ഞിന് കൊടുക്കരുത്. നീ ചെയ്യേണ്ട കാര്യം പറയാ, മുട്ടയിലിരിക്കണം. നീ മുഴങ്കാലിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അതാ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നത്. ദൈവമക്കളെല്ലാം കൂടെ താബോർ മലയുടെ മുകളിൽ സ്തോത്രം, ദബോറയുടെ നേതൃത്വത്തിൽ നഫ്താലിയുടെ ശബൂലൂന്റെ 10,000 പേര് താബോർ മലയുടെ മുകളിൽ കയറി ദൈവത്തെ ആരാധിച്ചപ്പോൾ ദൈവം തമ്പുരാൻ താഴ്വരയിൽ യുദ്ധം ചെയ്തു. ആരാധിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും. ആ യുദ്ധത്തെ പറ്റി പാട്ട് പാടുക. വീരന്മാരുടെ മധ്യേ യഹോവയും എനിക്ക് കരഞ്ഞു വന്നു. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമുണ്ട്. ആ പുസ്തകത്തിൽ വായിക്കുന്നത്, നക്ഷത്രങ്ങൾ പൊരുതി അവ സീസരയുമായി സുഗതികളിൽ പൊരുതി. എൻ മനമേ നീ ബലത്തോടെ നൽകുക. അന്ന് വൽകിതത്താൽ സൂര്യ വൽകിതത്താൽ കുതിരക്കുളമ്പുകളെ കെട്ടറ ചെയ്തു എന്ന് പറഞ്ഞാൽ ആകാശത്ത് നക്ഷത്രങ്ങൾ പൊരുതി പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം ദൂതരെ ഇറക്കും. പ്രാർത്ഥിച്ച് ബലപ്പെട്ടാൽ മതി. ഒറ്റ വാക്കി പറഞ്ഞാൽ ഇവര് യുദ്ധം ചെയ്ത് ദാവീദ് ദൈവത്തിൽ ബലപ്പെട്ട് അബ്യാഥാർ പുരോഹിതനോട് പറഞ്ഞു ഏബോധ കൊണ്ടുവരാൻ. ഏബോധ ഇട്ടിട്ട് ആലോചിച്ചോ പറഞ്ഞു, ആ പരീക്ഷയുടെ പുറകെ പോകണോ? പോകാൻ പറഞ്ഞു. 600 പേരെയും കൂട്ടി ചെന്ന് ബസോർത്തോട് കിടക്കാൻ 400 പേർ കൊക്കുന്നില്ല. ഇഷ്ടമുള്ളവരെയും കൂടെ ചെന്നപ്പോൾ ഒരുത്തനെ കണ്ട് എടുത്തോണ്ട് ദാവീദിന്റെ, അവൻ ക്ഷീണിതനാ, രോഗിയാ. പേരെന്നാന്ന് ചോദിച്ചു. ഞാനൊരു മിസ്രൈമേ ബാല്യക്കാരൻ. എന്തുവാ ജോലി? ഒരമാലേക്കിന്റെ പ്രത്യൻ. വായിപ്പിക്കുന്നില്ല, 30 കിടപ്പുണ്ട്. ഒരമാലേക്കിന്റെ പ്രത്യൻ. എന്തോ പറ്റി? എൻ്റെ അച്ഛാ, ഞാൻ ഇക്കാലം മുഴുവൻ അമാലേക്കിനെ സേവിച്ചതാ. 3 ദിവസം മുമ്പ് ഞാൻ രോഗിയായപ്പോൾ ഞാൻ ഇതുവരെ സേവിച്ച എൻ്റെ യജമാനൻ എന്നെ വഴിയിലിട്ടേച്ചു പോയി. നീ ലോകത്തിൻ്റെ പുറകെ പോയാൽ, ഇംഗ്ലാവ് വിളിക്കാൻ പോയാൽ, ആരോഗ്യവും ആക്കവും ഒക്കെ ഉള്ളപ്പോൾ നിന്നെ മതി, അല്ലെ നിന്നെ വഴിയിലിട്ടേച്ചു പോകും. എന്നാൽ നീ വാർദ്ധക്യം അറിയുമുള്ള കാലത്തോളം ചുമക്കുന്നൊരു ദൈവമുണ്ട്. നിന്റെ പുരുഷായുസിൽ യേശുവിനെ സേവിച്ചാൽ, യേശുവിനെ ശുശ്രൂഷിച്ചാൽ, യേശുവിനെ ആരാധിച്ചാൽ, യേശുവിനെ പ്രസംഗിച്ചാൽ ദീനത്തിൽ നിന്റെ കിടക്ക മാറ്റി വിരിച്ചു തരും. വിസ്തരിക്കുന്നതിൽ ഇവനെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന്, അതാണ് 30-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ അവനോട് ചോദ്യം ചോദിച്ചത്. നിന്റെ പേര്? അവൻ പറഞ്ഞു, ഞാനൊരു മിസ്രയീമ്യ ബാല്യക്കാരൻ, അമാലേക്കിന്റെ പ്രത്യൻ. അവനെ കൊണ്ടുവന്നത് 11-ാം വാക്യത്തിൽ കൊണ്ടുവന്നപ്പോൾ ആ 11 വായിച്ച് അങ്ങ് നിർത്താം. 11 വായിച്ച് 30-11 മോൻസി പാസ്റ്റേ, ശമൂവേലിന്റെ 1-ാം പുസ്തകം 30-11 16 ആദ്യം വായിക്കേണ്ടത് വായിക്കേണ്ട, 11 വായിച്ചങ്ങ് നിർത്താം. അവർ വയലിൽ വെച്ച് ഒരു മിസ്രയീമിനെ കണ്ടു. അവർ വയലിൽ വെച്ച് ഒരു മിസ്രയീമിനെ കണ്ടു. ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. പൊക്കിയെടുത്തവനെ ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അപ്പം കൊടുത്തു, അവൻ തിന്നു. 4 കാര്യം കൊടുത്തു. അപ്പം കൊടുത്തു, അത് തിന്നു. പിന്നെ അവൻ കുടിപ്പാൻ വെള്ളവും കൊടുത്തു. ഇങ്ങോട്ട് നോക്കിയേ, അപ്പം കൊടുത്താൽ വെള്ളവും കൊടുക്കണം. ചിലർക്ക് അപ്പം നന്നായിട്ട് കൊടുക്കുന്നുണ്ട്, വെള്ളം അവിടെ ഇല്ല. വെള്ളം കുടിക്കാനും ഒക്കത്തില്ല, വെള്ളം കൊടുക്കുന്നുമില്ല. അഥവാ ആരെങ്കിലും കുടിച്ചാൽ അവരുടനെ വിലക്കുകയും ചെയ്യും. അത് അപ്പം തന്നെ വന്നാൽ തൊണ്ട കുരുങ്ങും. വെള്ളവും കൊടുക്കണം. അത് അങ്ങനെ നിൽക്കട്ടെ. അപ്പൊ ആദ്യം അപ്പം കൊടുത്തു, പിന്നെ അവന് വെള്ളം കൊടുത്തു. ഒരു കഷ്ണം അത്തിയട കൊടുത്തു. നിർത്തണേ, അപ്പം, വെള്ളം, അത്തിയട, ഇതെല്ലാം കനാനിലുണ്ടെന്ന്. ഗോതമ്പിന്റെ അപ്പവേ അത്തി. പിന്നെ വേറൊരു 4-ാമത്തെ സാധനം, 2 ഉണക്കമുന്തിരിക്കുലയും കൊടുത്തു. 2 ഉണക്കമുന്തിരിക്കൊല. നിർത്തണേ, അപ്പം, വെള്ളം, അത്തിയട, 2 ഉണക്കമുന്തിരിക്കൊല. ഈ 4 കൂട്ടം സാധനം ഈ രോഗിയായി, ക്ഷീണിതനായി, തളർന്ന്, ആരുമില്ലാതെ മരണവക്ത്രത്തിൽ അകപ്പെട്ട് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന ഇവന് പൊക്കിയെടുത്ത് കൊടുത്തു. അപ്പം, വെള്ളം, അത്തിയട, ഉണക്കമുന്തിരിക്കൊല. ഈ 4 കൂട്ടം കുടിച്ചു. അടുത്ത വാക്യം, അത് തിന്നപ്പോൾ അവന് ഉയിർ വീണു. ഇന്ന് രാത്രി നിനക്ക് ഉயிருണ്ടാക്കുന്നതാ കനാനിലെ ഭക്ഷണം. ഈ കൃപയിൽ വന്നതാ നിന്റെ ഭാഗ്യം. നീ പെന്തിക്കോസിൽ വന്നതാ നിന്റെ ഭാഗ്യം. ഇതിനകത്ത് വന്നാൽ നിനക്ക് രോഗശാന്തിയുണ്ട്. ഇതിനകത്ത് വന്നാൽ തിരുവചനത്തിന്റെ മർമ്മം പിടികിട്ടും. ഇതിനകത്ത് വന്നാൽ നിനക്ക് ആശ്വാസമുണ്ടാകും. യേശു മാത്രമാ രക്ഷകൻ, മറ്റൊരുത്തനും രക്ഷയില്ല. നിന്റെ രോഗം മാറ്റുവാൻ, ക്ഷീണം മാറ്റുവാൻ, തകർച്ച മാറ്റുവാൻ, തളർച്ച മാറ്റുവാൻ കഴിവുള്ള നാസറായൻ ഇന്ന് രാത്രി കൂടെ വന്നിട്ടുണ്ട്. കരമുയർത്തി
കൈയടിച്ച് ദൈവത്തെ സ്തുതിക്ക്. ബാക്കി ഭാഗം പ്രസംഗിക്കുന്നില്ല, അച്ചായൻ എന്നോട് പറഞ്ഞ സമയമായി. ഇന്ന് രാത്രി ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചാട്ടെ. എൻ്റെ ദൈവമേ, അവിടുത്തെ കരങ്ങളിൽ എന്നെ സമർപ്പിക്കുന്നു. എൻ്റെ ക്ഷീണങ്ങൾ നീക്കി, രോഗങ്ങൾ മാറ്റി, എൻ്റെ മനോവേദനകൾ മാറ്റി എന്നെ ഇന്ന് രാത്രി ബലപ്പെടുത്തണമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന രാത്രിയാകട്ടെ. അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ആ പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ ചേർന്ന് പാടാം. മനോഹര ദേശത്തേക്ക് ആ ദൈവം നിന്നെ കൊണ്ടുവന്നത്. പാലും തേനും ഒഴുകുന്ന ദേശം. ഗോതമ്പുണ്ട്, യവമുണ്ട്, മുന്തിരിയുണ്ട്, അത്തിയുണ്ട്, മേതളമുണ്ട്, ഒലിവുണ്ട്, തേനുണ്ട്. സുഭിക്ഷമായിട്ട് ഉപജീവനം കഴിയാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം. കല്ല് ഇരുമ്പായിരിക്കുന്നത്, മലകുന്ന താമ്രം വെട്ടിയെടുക്കുന്ന ദേശം. പിന്നെ നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യുക. ഇന്ന് രാത്രി എല്ലാവരും കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ആനന്ദമേ, പരമാനന്ദമേ, ആനന്ദമേ, പരമാനന്ദമേ, ജീവിതം എനിക്കാനന്ദമേ, ജീവിതം എനിക്കാനന്ദമേ. സങ്കടങ്ങൾ ചേർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. ഈ കൺവെൻഷന്റെ ഒടുവിലത്തെ രാത്രിയിൽ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച ആദരണീയ കർത്തദാസനീയ അബ്രഹാം ജോർജ് അവൽകളോടും ഈ സെന്ററിന്റെ ചുമതല വഹിക്കുന്ന എല്ലാ ആദരണീയ കർത്തദാസന്മാരോടും എല്ലാ സഹശുശ്രൂഷകന്മാർക്കും ദൈവമക്കൾക്കും നന്ദി. ഓർക്കുന്ന വേളയിൽ എളിയവനെയും കുടുംബത്തെയും തിരുവല്ലായിൽ ഒരു കൂട്ടായ്മയുണ്ട്, ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് വിനീതമായിട്ട് എല്ലാവരോടും അപേക്ഷിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.